ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡാളസ് പ്രഗലരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്നതായ ഭാഗ്യാവസ്ഥയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല പല മേഖലകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജനമൊക്കെയും വളരെ ദൈവസന്നിധിയിൽ ആരാധിച്ച് വളരെ ബലപ്പെട്ട് സന്തോഷിച്ചിരിക്കുന്നതായ അനുഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രയർ ലൈനിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് വളരെ വിവരണാതീതമാണ്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ഇപ്രകാരം പ്രയർ ലൈനിലായിരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരിക്കൽ കൂടെ എനിക്ക് ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയതായ കർത്താവിന്റെ ശ്രേഷ്ഠദാസനും അതേപോലെ ഇവിടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതായ ഭാഗം നോർത്തിലെ മിഷണറി വേലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ദൈവം എപ്രകാരമാണ് കൊണ്ടുപോയത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ചത് എന്നതിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. വളരെ ആഗ്രഹത്തോടും താല്പര്യത്തോടും കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാനും ആത്മനദിയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം ഒരു നരിയാണിയോളമുള്ള ഒരു ആത്മീയ അനുഭവമായിരിക്കാം. പക്ഷെ എന്നാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനൊരു കോസ്റ്റ് കൊടുക്കേണ്ടതായി വരും. പലപ്പോഴും നമ്മൾ ആ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പിന്മാറുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്, അല്ലെ നമ്മൾ പറയുന്ന ആ വാക്കുകളുടെ വില എത്രമാത്രം ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. കാരണം നമ്മൾ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. പണ്ട് നമ്മുടെ ഈ കേരളത്തിലേക്കും മറ്റും വന്നിട്ടുള്ളതായ ഒരു മിഷണറി സമൂഹമാണ് മൊറേവിയൻ മിഷണറി സമൂഹം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ മൊറേവിയൻ മിഷണറി സമൂഹത്തിന്റെ ഒരു സിമ്പൽ ഇങ്ങനെയാണ്, അവരുടെ എംബ്ലം ഇതാണ്. ഒരു കാള നിൽക്കുകയാണ്, നടുക്ക് നിൽക്കുന്നു. വലത്തുവശത്ത് ഒരു കലപ്പയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നുകം ഇരിക്കുന്നു. അതിന് ഇടത്തുവശത്തായിട്ടൊരു യാഗപീഠവും കാണുന്നുണ്ട്. ഇതിന്റെ നടുവിലാണ് ഈ കാള നിൽക്കുന്നത്. ഇതാണ് ഈ മിഷണറി സംഘടനയുടെ എംബ്ലം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഈ കാള മൗനമായി പറയുകയാണ്, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണെങ്കിലും എനിക്ക് സന്തോഷം, എന്നെ യാഗമാക്കാനാണെങ്കിലും അതിനും സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ചോയ്സ് നമുക്കില്ല. ഒരുപക്ഷെ നമുക്കിവിടെ ഏതെങ്കിലും നിലയിലുള്ള മാനുഷികമായ ഉറപ്പുകളും നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു വളരെ തീവ്രമായ ഒരു സമർപ്പണത്തിന്റെ അനുഭവം അതിലുണ്ടാകണം. എന്നാൽ അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, മാനുഷികമായ നിലയിൽ പലപ്പോഴും നമുക്ക് കഴിയില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മളത് മനസ്സിലാക്കുവാനും തിരിച്ചറിയാൻ തക്കവണ്ണം കഴിയണം. ഞങ്ങളുടെ ഈ മിഷണറി യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയതായ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യവും അതുതന്നെയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മൾ കൊങ്കണിലേക്ക് അല്ലെങ്കിൽ ഈ പൻവേലിൽ വന്ന് താമസം ആരംഭിക്കുന്നതായ സമയം മുതൽ പലതരത്തിലുള്ളതായ ടെസ്റ്റുകൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് അയക്കാറുണ്ട്. അന്നേരം ആ ടെസ്റ്റുകളാണോ അതോ ഇതെന്താണ് ദൈവത്തിന്റെ പദ്ധതി ഒന്നും തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിലേക്ക് ആ ടെസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ടെസ്റ്റിംഗ് സെന്ററിൽ കയറി കഴിയുമ്പോഴാണ് ആ എക്സാമിന് ഇത്ര കാഠിന്യമുണ്ടായി എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. അന്നേരം ടെസ്റ്റിനകത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ടെസ്റ്റ് എടുക്കുമ്പോൾ ആരും കൂടെ കാണുകയില്ല, നമ്മൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട്, എൻ്റെ കഷ്ടതയുടെ സമയത്ത് ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു, എൻ്റെ അപ്പനില്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ സഹോദരങ്ങളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല, ഏകയായിരുന്നു. അത് തന്നെയാണ് ടെസ്റ്റ്. നമ്മൾ സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ അവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവരെ ഒറ്റയ്ക്കാണ് ടെസ്റ്റ് പറഞ്ഞു വിടുന്നത്, ആരും കൂടെ കാണുകയില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നതായ ടെസ്റ്റിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവിൻ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവർ അദ്ദേഹം പോർച്ചുഗീസുകാരനായ ഒരു പാസ്റ്ററെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ പലരും ശ്രദ്ധിച്ചു കാണും. അപ്പോൾ സാമ്പത്തികമാകുന്ന മേഖലയോടുള്ളതായ ബന്ധത്തിൽ അദ്ദേഹം ആ കാര്യങ്ങളെ ഒന്ന് സൂചിപ്പിക്കുവാൻ കോണം ഇടയായി തീർന്നു.
ആദ്യമായി തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള എഴുതുന്ന മിനിസ്ട്രി ഉണ്ട്. അങ്ങനെയുള്ളതല്ലാതെ ഒരു മിനിസ്ട്രിയുമായിട്ടും എനിക്ക് ഒരു തരത്തിലുള്ളതായ കണക്ഷൻ ഇപ്പോൾ എനിക്കില്ല. നേരത്തെ വർക്ക് ചെയ്തതായ സംഘടനകളിലും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലുമൊക്കെ എനിക്ക് പാസീവായിട്ടുള്ള നിങ്ങൾക്ക് ആ സംഘടനയോട് എത്രമാത്രം ബന്ധമുണ്ട് അത്രമാത്രം ബന്ധമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ സാമ്പത്തികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല മുറക്കളുകളും ദൈവം ചെയ്തത് പറയുമ്പോൾ ഒരിക്കലും ഒരു സാമ്പത്തിക കാര്യം പറയാൻ വേണ്ടിയോ നിങ്ങൾ ആരെങ്കിലും എന്നെ ആ കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയോ അല്ല. ഞാൻ ആദ്യം തന്നെ ഞാൻ പറയട്ടെ എന്ന് വിനീതമായി ഞാൻ ഓർപ്പിക്കുന്നു. ഞങ്ങളവിടെ ആയിരുന്നപ്പോൾ ഒരു ടെസ്റ്റാണ് ഈ മണി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ദാനിയേലിനും അതേപോലെ യഹൂദ ബാലന്മാർക്കും ആദ്യം അവരുടെ മുമ്പിൽ വെച്ചത് ഫുഡിന്റെ ടെസ്റ്റ് ആയിരുന്നു. ആ ഫുഡ് ടെസ്റ്റ് അവർ പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കൊടുത്തത് ഫയർ ടെസ്റ്റ് ആയിരുന്നു. എന്നാൽ അതേസമയം ദാനിയേലിന് കൊടുത്തത് ആനിമൽ ടെസ്റ്റ് ആയിരുന്നു. എന്തായാലും പലതരത്തിലുള്ളതായ ടെസ്റ്റുകളാണ് കൊടുക്കുന്നത്. ജോസഫിന് കൊടുത്തത് പ്രിസൺ ടെസ്റ്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല വിമൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രദേഴ്സിന്റെ ഇടയിലുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ബൈബിൾ നോക്കിയാൽ നമുക്ക് അനേക ടെസ്റ്റുകളെ കാണാൻ കഴിയും. അന്നേരം ഈ ടെസ്റ്റുകളിലൊക്കെയും പാസ്സായി അടുത്തതിലേക്ക് വരുമ്പോൾ ഉടനെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ കഴിയുന്നില്ല. മരിക്കുന്നത് വരെയും ഈ ടെസ്റ്റുകൾ നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡ്യൂട്ടിയിലായിരിക്കുന്ന ആ സമയത്തൊക്കെയും അദ്ദേഹം ഒരു ശത്രുവിനെതിരെ നിൽക്കുകയാണ്. ഹീ സ്റ്റാൻഡിങ് വൈൽ ഹീ ഈസ് വെയറിംഗ് ദ യൂണിഫോം. ആ യൂണിഫോം വെയർ ചെയ്യുമ്പോൾ അദ്ദേഹം എനിമിക്കെതിരായി നിൽക്കുന്നത് പോലെയാണ് ഓരോ ദൈവവൈദ്യനും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തികമാകുന്ന കാര്യങ്ങളിലൊക്കെ കുറെ ക്രമീകരണങ്ങൾ ചെയ്യാം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്. നാട്ടിൽ പോയി ജീവിക്കാൻ ഒരു 25,000 രൂപ, ഞാനിത് പറയുന്നത് 2011 കാര്യമാണ് പറയുന്നത്. ഒരു 25,000 രൂപ മാസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അവിടുത്തെ റെന്റും കൊടുത്ത് കുഞ്ഞുങ്ങളുടെ ഫീസും കൊടുത്ത് അത്യാവശ്യം ആഹാരങ്ങളും കഴിച്ച് നമുക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതായ കാര്യം. അമേരിക്കയിൽ നിന്നും പോകുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്നത് പോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കുന്ന ഒരു കാര്യം സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലെൻസിനെസ്, ഒരു വൃത്തി. പ്രത്യേകിച്ച് നമുക്ക് വേറെ എല്ലായിടവും ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കൊരു വൃത്തിയുള്ള ഒരു ബാത്റൂം, റെസ്റ്റ് റൂം നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആഹാരത്തിന്റെ കാര്യമാണെങ്കിലും താമസ കാര്യമാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ നമ്മളൊരു സുരക്ഷിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യത്തോടെ ഞാനായിരുന്നപ്പോൾ, പക്ഷെ ഞാൻ പോകുന്നതിന് മുൻപ് ഞങ്ങളെ കർത്താവ് ശൂന്യരാക്കിയാണ് വിട്ടത്. ഇത് പറയുമ്പോൾ സാമ്പത്തിക പൈസ കാര്യങ്ങളോ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. കാര്യം മറ്റ് നാളത്തേക്ക് ചെയ്യാനുള്ള, നാളത്തേക്ക് കരുതാനോ എടുക്കാനോ ഉള്ളതായ യാതൊരു ക്രമീകരണം ഞങ്ങൾക്കില്ല. എന്നാൽ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി വരുമ്പോൾ ഉടനെ എൻ്റെ ജ്യേഷ്ഠൻ പലപ്പോഴും തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. എടാ, നീ സുവിശേഷയിലേക്കെല്ലാം പോകുന്ന കൊള്ളാം. ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ ഉടനെ ആദ്യം നമ്മുടെ മുഖത്തൊരു ഗ്ലേസിങ് ഉണ്ട്, നല്ലൊരു തിളക്കമുണ്ട്. അതൊരു 10 ദിവസം കഴിയുമ്പോൾ ഉടനെ അവിടുത്തെ വെയിലൊക്കെ അടിച്ചങ്ങ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും നിന്നെ മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറയും. അന്നേരം ഞാൻ പലപ്പോഴും ഈ മിഷൻ ഫീൽഡിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ നാട്ടിലേക്ക് പോകുന്നു, ഇനി തിരിച്ചു പോകുന്നില്ല എന്നൊരു കാര്യം മനസ്സിലായപ്പോൾ പലരും നമ്മുടെ അടുത്ത് വരാതെയായി. പലരും നമ്മളെ അകലുവാൻ തക്കവണ്ണം ശ്രമിച്ചു. ഇവർ നമുക്കൊരു ബാധ്യതയാകുമോ എന്നുള്ളവരെ ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തോന്നി. എന്നാൽ നമുക്കറിയാം, ആദ്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളതായ കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളതായ പണമെല്ലാം ഏതാണ്ടെല്ലാം അവസാനിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ ദൈവം നമ്മളെ വിശ്വസ്തയോടെ കാത്തു. ഞങ്ങളുടെ ചർച്ചിലോ അതല്ലെങ്കിൽ ആരുടെങ്കിലും ഇനി പരിചയമുള്ളതായി, ഞാൻ എൻ്റെ സഭയിലല്ലാതെ, എൻ്റെ സഭയിൽ ഒരു സാക്ഷി പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയതല്ലാതെ വേറൊരു സഭയിലോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതർ പലരും, എൻ്റെ ഡാളസ് പട്ടണത്തുള്ളതായ പല സ്നേഹിതരും പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കാം. പാസ്റ്റർ സാക്ഷിയൊക്കെ പറയുമ്പോൾ ഉടനെ ആൾക്കാർക്ക് താല്പര്യമാകും, എന്തെങ്കിലും നന്മയെ കിട്ടും. അങ്ങ് നന്മ കിട്ടും എന്നൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് പോകാൻ ഞാൻ അന്ന് തീരുമാനിച്ചു, പോവുകയില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു. കാരണം എനിക്കതൊരു ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പോകുമ്പോൾ ദൈവം ആ കാര്യം ഒരുക്കിയിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, എനിക്കൊരു പഴയൊരു അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ പട്ടാഴി സഭയിൽ വെച്ച് ഒരു ഞായറാഴ്ച ആരാധന നടക്കുന്ന സമയത്ത്
ഈ പ്രബോധനത്തിന് നമുക്ക് സമയം തരാറുണ്ടല്ലോ. അതിൽ പ്രബോധനം പറയുന്ന സമയത്ത് ഞാനൊരു മിഷണറി ചലഞ്ച് കൊടുത്തു. ആ മിഷണറി ചലഞ്ച് കൊടുത്തത് ഇതാണ്: ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പരസ്യവും നടത്താൻ വേണ്ടി ഞങ്ങൾ ചെറുപ്പക്കാർ തയ്യാറാണ്, യുവാക്കൾ തയ്യാറാണ്. അന്നത്തെ ആ കണക്കനുസരിച്ച് 98 കാര്യമൊക്കെ 96, 98 ആ സമയങ്ങളിലാണ്. അന്നത്തെ കണക്കനുസരിച്ച് ഒരു 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൈക്ക് സെറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു ചുമട്ടുകാരൻ ആരെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യാറ്, നമ്മുടെ ചർച്ചിലുള്ളവർ തന്നെ ചുമട്ടുകാരെ എടുക്കും. അന്നേരം ഞങ്ങൾ 2-3 ദയവ് ചെയ്ത് അന്ന് മ്യൂട്ട് ചെയ്യണേ, ഇവിടെ ആരെങ്കിലും. ഓക്കെ, പ്ലീസ്, താങ്ക് യു. അപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 1-2 പരസ്യവും നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു $80 രൂപ ഉണ്ടെങ്കിൽ ഒരു പരസ്യവും നടത്താൻ പറ്റും. അന്നേരം ഈ ഒരു കാര്യം ഞാൻ ചർച്ചയിൽ പറഞ്ഞു. ഞങ്ങൾ 1-2 പരസ്യം നടത്തിയപ്പോൾ $80 രൂപ ചിലവായി. അന്നേരം റൗണ്ട് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു, 100 രൂപ നിങ്ങൾ തരാൻ തയ്യാറായാൽ ഞങ്ങൾ പോയി പരസ്യവും നടത്താമെന്ന് പറഞ്ഞു. ദൈവങ്ങളെ, ഞാനിത് പ്രബോധനത്തിന്റെ സമയത്ത് ഞാനിങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഭയങ്കര അത്ഭുതകരമായ റെസ്പോൺസാണ് എനിക്ക് ഉണ്ടായത്. പെട്ടെന്ന് പുറയിരുന്ന് ഒരുപക്ഷെ താമസിച്ചൊക്കെ വരുന്ന ഒരു പാലൊക്കെ വിൽക്കാൻ പോകും, പലയിടത്ത് പാലെല്ലാം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് ഈ ആൻറ്റി ചർച്ച വരുന്നത്. അന്നേരം മിക്കപ്പോഴും ഒരു അല്പരമണിക്കൂറൊക്കെ താമസിച്ചാണ് വരുന്നത് തന്നെ ഓടിക്കതച്ചൊക്കെയാണ്, വേർത്തൊക്കെയാണ് വരുന്നത്. അന്നേരം ചിലർ പറയാറുണ്ട് ഉഴപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇത് ചെയ്യാറുണ്ട്. എന്നാൽ ഈ സഹോദരി ആദ്യം പറഞ്ഞു, മോനെ 2 പരസ്യത്തിനുള്ള പൈസ ഞാൻ തരാം, നിങ്ങൾ നടത്താൻ പറഞ്ഞു. ഇത് പറയുകയും അപ്പുറത്ത് നിന്ന് പലരും ഞാൻ തരാം 100 എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ ഇവർ പറഞ്ഞു, ചുരുക്ക നേരം കൊണ്ട് 1800 രൂപ 18 പേര് പരസ്യം നടത്താനുള്ള കാര്യം വന്നു. അന്നേരം അന്ന് സഭയിലൊരു സഞ്ചാര സുവിശേഷകൻ ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം ഇങ്ങനെ പലയിടങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചു വരുന്ന അദ്ദേഹം. അന്നേരം ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴും ഈ യോഗത്തിൻ്റെ ഇദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് തന്നെ കൈയും കൊണ്ട് ഇങ്ങനെ, ഇല്ല നല്ലതാണെന്ന് പറയുമല്ലോ, അങ്ങനെ കൈയും കൊണ്ട് നല്ലതാണ്, ഗുഡ് എന്ന് കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു ഇങ്ങനെയാണ്, പാസ്റ്ററെ, പിന്നെ മോനെ, ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചല്ലയോ? ഓക്കെ, ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ നല്ലതാ, പിന്നെ കുഞ്ഞിനൊരു കൃപയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ? അയ്യോ, പൈസ ഉണ്ടാക്കാൻ ഒരു കൃപയുണ്ടെന്ന് പറഞ്ഞു. പൈസ കളക്ട് ചെയ്യാൻ ഒരു കൃപയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇതേപോലൊരു ഷോക്ക് ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവാനില്ല. പണം ഉണ്ടാക്കാൻ കൃപയുണ്ടെന്ന് പറഞ്ഞ് അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഞാനൊരു തീരുമാനമെടുത്തതാണ്. ദൈവമേ, എനിക്ക് ആ ഒരു കൃപ എനിക്ക് വേണ്ട. ആ ഒരു കൃപ എനിക്ക് ഈ ഒരു കാര്യത്തിനകത്തൊരു ജയം വേണം എന്നൊരു കാര്യം പണ്ടേ ഒരു നിർബന്ധം ഉള്ളത് കൊണ്ട്, അങ്ങനെ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് പോയ സമയത്ത് എന്തോ ചെയ്തു, കർത്താവേ അത് പറ്റുകയില്ല. ഒരു കുഞ്ഞുങ്ങളോട് പറഞ്ഞില്ല, ആരും ആ നിലകളിലുള്ളതായ ഒരു കാര്യം പരിശ്രമം ചെയ്യാൻ ഞാൻ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ അവിടേക്ക് ചെന്ന് നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്ന് തിരിച്ച് അമേരിക്കയിൽ വന്നു, അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ എന്നാൽ കർത്താവ് അമേരിക്കയിൽ കൊണ്ടുവന്നപ്പോൾ ആ ശുശ്രൂഷയിൽ പിന്നെയും വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിർത്താൻ കാരണം എന്താണെന്ന് അറിയാമോ? അന്ന് ദൈവസന്നിധിയിൽ എടുത്തതായ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പിന്നിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കും. അന്നേരം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം അതാണ്. ആക്ച്വലി നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ വെച്ച് കഴിയുമ്പോൾ അവയെല്ലാം നിങ്ങൾക്ക് തരാമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എടുത്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. ഞാൻ ചോദിക്കുന്നത് ധനമാണ്, ഞാൻ ചോദിക്കുന്നത് ഒരു പക്ഷെ സാമ്പത്തികമാണ്, ഭൗതിക ആവശ്യമാണ്. പക്ഷെ കർത്താവ് തിരിച്ചു തരുന്നത് സമാധാനമാണെന്നാണ് പറയുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം തരാമെന്നാണ്. അതെങ്ങനെയാണ് തരുന്നത്? ക്രിസ്തുവേശുവിങ്കൽ നിങ്ങളെ നിനവുകളെയും കാക്കും, ഹൃദയത്തെയും നിനവുകളെയും കാക്കും. ഒരു വാക്യം, ആ വാക്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? നമ്മളെ പഠിപ്പിച്ചു.
അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 19-ാം വാക്യം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ അവിടെയും പറയുന്ന കാര്യം, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്ത് ചെയ്യും? ക്രിസ്തുയേശുവിങ്കൽ തീർത്തു തരും, ക്രിസ്തുയേശുവിങ്കൽ തീർത്തു തരും. അപ്പോൾ ഈ ഒരു 2 വാക്യങ്ങൾ പലപ്പോഴും ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. എടാ, നിനക്ക് സമാധാനം വേണോ, പണം വേണോ? നമുക്ക് സമാധാനം മതി. നമുക്കറിയാം ഈ താഴോട്ട് ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെയും അവിടെ വെച്ചാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന്, ഞങ്ങൾ ബോംബെയിൽ ചെന്നതിന് ശേഷം മഹാരാഷ്ട്രയിൽ ചെന്നു. ഞങ്ങൾ താമസമാക്കി കഴിഞ്ഞ ശേഷം ഉടനെ ഞങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാൻ വിചാരിച്ചു. വാഹനം മറ്റൊന്നിനും വേണ്ടിയല്ല, ഞങ്ങൾ ഉൾഗ്രാമങ്ങളിലാണ് നമ്മൾ പ്രവർത്തനത്തിന് വേണ്ടി പോകേണ്ടത്. അന്നേരം അതിനുവേണ്ടി പിന്നെ ഒരു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വാഹനം. നോക്കുക, ഈ വാഹനം വാങ്ങിക്കണം എന്ന് പറയുന്ന സമയത്തും ഒരു പൈസ, അങ്ങനെ ഒരു സാമ്പത്തികമായ ക്രമീകരണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ആ സമയത്തില്ല. പക്ഷെ എന്നാൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു പിതാവിന്റെ ഒരു എൻ്റെ മരണശേഷം വെച്ചിരിക്കുന്ന ഒരു ലാൻഡിനകത്ത് കുറച്ച് ലാൻഡുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് പണം, ഇതിന്റെ കാര്യം പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ എൻ്റെ പിതാവും മറ്റൊരു നിലപാടുകാരനായതുകൊണ്ട് പലപ്പോഴും മറ്റ് ലോകപരമായ കാര്യമൊന്നുമല്ല, അദ്ദേഹം ഈ വസ്തുക്കളോ ഒന്നും ദൂർത്തടിക്കുകയോ വിറ്റുകളയോ ചെയ്യുന്നതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. എന്നാൽ അതൊക്കെ അദ്ദേഹം പറയുന്ന ഒരു പ്രൈഡിന്റെ പ്രശ്നമായിട്ടുള്ള വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്താണ് ഞാൻ ഒരിക്കൽ ദൈവത്തെ പ്രാർത്ഥിച്ചു, കർത്താവെ വേറെ ഒന്നും കാണുന്നില്ല, വേറെ ഒരു കാര്യവും കാണുന്നില്ല, നമ്മുടെ അപ്പന്റെ കയ്യിൽ കിടക്കുന്ന മുതൽ മാത്രമേ ഉള്ളൂ, അത് മരണശേഷം വല്ലതും കിട്ടിയാലേ ആകത്തുള്ളൂ, അത് എഴുതി വെക്കുന്ന പോലൊക്കെ ഇരിക്കും, ഇതുവരെ എഴുതി പോലും വെച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ ചോദിക്കാൻ പോകുന്നത്? എങ്കിലും ഞാൻ പപ്പായോട് ആക്ച്വലി ഞാൻ പറഞ്ഞു, പപ്പ ഇങ്ങനെ ഒരു വാഹനം മേടിക്കണമെന്ന് ആവശ്യമുണ്ട്. എന്നിട്ട് ഉടനെ പപ്പ പറഞ്ഞു, വാഹനം മേടിക്കുക, എന്തോ പരിപാടി? അതിന് ഞാൻ പറഞ്ഞു, പപ്പ വേറെ ഒന്നുമില്ല, ആകപ്പാടെ ഇപ്പം ആക്ച്വലി പപ്പയുടെ വല്ലതും തരുന്നത് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ പപ്പ ഈ വസ്തുവിനാരും ഉദ്ദേശിച്ചില്ല. പിന്നെ ചുരുക്കം പറഞ്ഞ് അവിടെ വെച്ച് കൊണ്ടുവന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ രാത്രി എന്നോട് പറഞ്ഞിട്ട് കിടന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞാൻ വസ്തു വിൽക്കുന്നില്ല, എൻ്റെ മരണശേഷം നിങ്ങൾ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ എന്തോ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അന്ന് രാത്രിയിൽ അദ്ദേഹം വളരെ കർശനമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. അന്നേരം പിതാവിനോട് ചോദിക്കുന്ന കാര്യം ശരിയല്ല, പക്ഷേ പിതാവിനോട് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അങ്കിൾ ഇതുപോലെ ചോദിച്ചു, എടാ എനിക്ക് വസ്തു അവിടെ വേണമെന്ന് പറഞ്ഞു, എനിക്ക് അവിടെ ഒരു 7 സെന്റ് സ്ഥലം എനിക്ക് വേണം, അതിനകത്ത് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊരു കാര്യം പറഞ്ഞു. അന്നേരം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതൊരു പക്ഷേ ദൈവത്തിന്റെ ഹിതമായിരിക്കാം. അങ്ങനെ ഞാൻ പിതാവിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ ഒരു 6 മണിക്ക് ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ എന്നെ വിളിച്ചു, നീ താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എടാ അതിൻ്റെ അങ്കിള് ചോദിച്ചതല്ലേ, നീ കൊടുക്കാൻ പറഞ്ഞു. അന്നേരം അങ്ങനെ കിട്ടിയ പൈസയും ആ പണം എൻ്റെ ഉണ്ട്. പക്ഷെ ആ പണം കൊണ്ട് തികയത്തില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കൊരു വാൻ വേണം വെച്ചു. ഈ വാൻ കൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അന്നേരം അങ്ങനെയാണ് സ്കോർപ്പിയോ വാൻ ആകുമ്പോൾ കുറച്ച് സൗകര്യമാണെന്ന് അവിടെ ഉള്ളതായ ഒരു ദൈവാസം പറഞ്ഞു. ഈ മലയിലും കുന്നിലും ഒക്കെയാണ് ആക്ച്വലി കൂടുതലും പോകേണ്ടത്. അന്നേരം അങ്ങനെ ഒടുവിൽ അതിന് കുറച്ച് പൈസയും കിട്ടി. പക്ഷെ എന്നാൽ അവിടെ തൊട്ട് ഞാൻ പറയുക, അന്നേരം അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അന്നേരം അങ്ങനെ ഒരു പണം കർത്താവ് തന്നു. എന്നാൽ അതുകൊണ്ട് തികയത്തില്ല, ഇനി ഞങ്ങൾക്ക് കുറച്ച് പണം വേണം. പക്ഷേ എന്നാൽ അമേരിക്ക ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ഞങ്ങളുടെ സഹോദരിയുടെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ടാക്സ് കിട്ടിയ സമയത്തുണ്ടായ ടാക്സ് ഫയൽ ചെയ്തപ്പോൾ കിട്ടിയത് കുറച്ച് പൈസയായിരുന്നു. അന്നേരം ഈ പണം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവരോട് പറഞ്ഞു. അന്നേരം ഇവർ പോയതിന് ശേഷം ഉടൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ ബാങ്കിൽ ചെന്നപ്പോൾ ഉടനെ ട്രാൻസ്ഫർ ആവുന്നില്ല. അന്നേരം ഇവർ വയറാക്കാൻ നോക്കി, പലതരങ്ങളിൽ അവർ ചെയ്യാൻ നോക്കി, ആ പണം നാട്ടിലേക്ക് വരുന്നില്ല. അന്നേരം ഞങ്ങൾ വിചാരിച്ചു എന്താ കാര്യം. അന്നേരം അവിടെ ചെന്നപ്പം ഈ ഡീലറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അടുത്ത ദിവസം പുതിയ ബഡ്ജറ്റ് വരികയാണ്, ഇതെല്ലാം പൈസയെല്ലാം കൂടാൻ പോവുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച പണം കൊണ്ട് തന്നാൽ നമുക്കിത് ആ പറഞ്ഞ പൈസയ്ക്ക് തന്നെ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മറ്റേ പൈസയും കൊണ്ട് വരുന്നില്ല. എന്താ ചെയ്യുന്നത്? എന്നാലൊരു പ്രശ്നം, ഞങ്ങൾ ബാങ്ക് അന്നേരം അത് കഴിഞ്ഞ് വന്നില്ല. എന്നാൽ തിങ്കളാഴ്ച രാവിലെ, ഇത് സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്, തിങ്കളാഴ്ച രാവിലെ ബാങ്കിൽ ചെന്നപ്പോൾ അവർ ചെന്നു, ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു. അന്നേരം ബാങ്കിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു, പണം ട്രാൻസ്ഫർ ആയി. പക്ഷെ അന്ന് ഈ പണത്തിന്റെ കാര്യമെല്ലാം ഫൈനൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ അവർ പറഞ്ഞ എമൗണ്ടിനെ കാട്ടി ഒരു 12,000 രൂപ, കൃത്യം 12,000 രൂപ അധികം ഈ ട്രാൻസ്ഫർ അന്ന് തിങ്കളാഴ്ച ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് അധികം കിട്ടി. കാര്യം ട്രാൻസാക്ഷൻ്റെ റേറ്റൊക്കെ മാറി കൊണ്ട് എന്ത് ചെയ്തു, അന്നേരം അത്രയും പൈസ അവിടേക്ക് 12,000 രൂപ അധികം വന്നു. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ പൈസ കിട്ടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം,
ആ പൈസയ്ക്ക് തന്നെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെല്ലാന്ന് കരുതി. അന്നേരം അവിടെ ചെന്ന് ആ പൈസയൊക്കെ തല്ല അന്നേരം. പക്ഷേ വേറൊരു പ്രശ്നം, നിങ്ങൾ ഇവിടുത്തെ റെസിഡൻ്റ് അല്ല. നിങ്ങൾ ഇവിടുത്തെ റെസിഡൻ്റ് അല്ലാത്തത് കൊണ്ട് 12,000 രൂപ അധികം തരാമെന്നുണ്ടെങ്കിൽ ആ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞു. അതിപ്പം വേണമെന്ന് പറയുകയും ചെയ്തു. അന്നേരം നോക്കുക, വെള്ളിയാഴ്ചയാണ് ഈ പൈസയോട് പോയെങ്കിൽ ഇവർ പേപ്പർ വർക്കെല്ലാം ശരിയാകുമ്പോൾ 12,000 രൂപ അധികം പറയുമ്പോൾ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല, ഞങ്ങളുടെ അക്കൗണ്ടിൽ അതാ പൈസ ഇല്ല. പക്ഷേ എന്നാൽ തിങ്കളാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ശരിയായി. പക്ഷെ 12,000 രൂപ അധികം വേണമെന്ന് പറഞ്ഞു. നോക്കുക, അന്നേരം ഞാൻ വിചാരിച്ചു, അന്നേരം ഞങ്ങളും എല്ലാം വിചാരിച്ച കാര്യം എന്തുകൊണ്ട് നടക്കുന്നില്ല. ബാങ്കിൽ അവിടുത്തെ ഇവിടുത്തെ മാനേജരും പറയുകയാണ് ഇത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരിക്കുന്നല്ലോ, ഇതെന്താ സംഭവിക്കാത്തതെന്നാണ്. ഇത് മണ്ടയിലെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, സി അനദർ സ്ട്രെയിഞ്ച് തിങ്, അതുകൊണ്ട് ഒറ്റ അടിക്ക് തന്നെ ഇത് ട്രാൻസ്ഫർ ആയി. എന്താ സംഭവിച്ചിരിക്കുന്നത്? സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. ആക്ച്വലി ഇന്ത്യയിലെ പൈസയുടെ മൂല്യം കുറച്ച് അമേരിക്കയുടെ പൈസയുടെ വില കൂട്ടി 12,000 രൂപ കർത്താവ് നമുക്ക് തന്നു, അത്ര മാത്രമേ ഉള്ളൂ. കാര്യം തൻ്റെ ഭക്തൻ അവിടെ പൈസ ആവശ്യമുണ്ടെന്നുള്ള കാര്യം കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് എന്തോ ചെയ്തു, കൃത്യമായിട്ട്. ഞാൻ അന്നേരം കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമേ, എങ്കിലും ഒരു ഓട്ടോയ്ക്കുള്ള കാശ് പോലും ഞങ്ങൾക്ക് തന്നില്ലല്ലോ, കൃത്യമായിരുന്നല്ലോ എന്നുള്ള കാര്യം, കൃത്യമായിട്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഹോളോഗ്രാമിനകത്ത്, പണ്ടത്തെ ഹോളോഗ്രാമിനകത്ത് ഒരു തിളക്കം പോലെ കാര്യമുണ്ട്. നമ്മൾ ഓരോ അത്ഭുതങ്ങളും നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിൻ്റെ ഒരു സീൽ അതിനകത്ത് കാണും. ആ സീൽ ഇങ്ങനെയാ, ഐ ആം ഫെയ്ത്ത്ഫുൾ, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഓരോ അത്ഭുതങ്ങളും എടുത്തു കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. പിന്നെ ഇതെന്തായി മാറിയെന്നറിയാമോ? ഒരു കീവേഡായി മാറും. ഓരോ കാര്യം ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇതൊരു മന്ത്രമായി മാറും. എന്താണ്? ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ദൈവം ഫെയ്ത്ത്ഫുൾ ആണ്. അതല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? പതുക്കെ നമ്മുടെ സെൽഫിൽ ആശ്രയിക്കാൻ തുടങ്ങും, നമ്മുടെ പിടിപാടിൽ ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ കുറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ തിടുക്കത്തോടെ ചെയ്യാൻ തുടങ്ങും. ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. പക്ഷെ എന്നാൽ നമ്മൾ പലപ്പോഴും തിടുക്കം കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം നേരത്തെ വായിച്ചത്. എന്താ പറയുന്നത്? സമാധാനം. നമുക്കതാണ് വേണ്ടത്. പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയാണ്. സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, അതാണ് അവിടെ ഏറ്റവും വലുതായിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്ക് ഹൈ സെക്യൂരിറ്റി ഉണ്ട്, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ അടുത്ത ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരു ശത്രുവിന്റെ കയ്യിലാണോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇറാനിലും ഇറാഖിലും അതേപോലെ സൗത്ത് ഏഷ്യയിലും ഒക്കെ ഉള്ളതായ ജനങ്ങളെ ഒന്ന് നോക്കുക. അവർ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന എവിടെയാണെന്ന് അറിയുന്നില്ല. കാരണം അതുപോലെയുള്ള ഭീതിയുടെ അവസ്ഥയിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? സമാധാനമാണ് വേണ്ടത്. സർവബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ്റെ കോണമിടയായിത്തീരും. അതാണ് അവിടെ കണ്ടത്. രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം. മറ്റൊരു സമയത്ത് ഞങ്ങൾ ജാലിനെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മിഷണറി, അവിടെ കുറച്ച് ഒരു സഹോദരൻ അവിടെ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. അവിടെ കുറച്ച് പേരുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജാലിനയിലേക്ക് ഞങ്ങൾ കടന്നു പോകാൻ തീരുമാനിച്ചു. അന്നേരം പോകാൻ മഹാരാഷ്ട്രയിൽ നിന്ന് എനിക്ക് വന്നു അല്പം ദൂരമുണ്ട്. ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂറായിട്ട് ദൂരം ഡ്രൈവ് ചെയ്യണം. അന്നേരം ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. പോകുന്ന ദിവസം രാവിലെ കർത്താവ് നേരത്തെ ഞങ്ങളുടെ കൂടെ ഒരു അലിൻ വാഗ്ബാർ ദൈവാസനുണ്ട്. അദ്ദേഹം ഒരു മഹാരാഷ്ട്രീയനാണ്. ഈ ലത്തൂർ ഭാഗത്ത് നിന്ന് വന്നൊരു ദൈവാസനാണ്. വളരെ ശക്തനായ ദൈവത്തിനോട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, പിന്നെ പൈസയൊക്കെ വേണം, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അന്നേരം ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഞാനൊരു ഒരു ഹൈ പ്രൊഫൈലിൻ്റെ കാര്യം പറയും, ലോ പ്രൊഫൈലിൻ്റെ കാര്യം എപ്പോഴും ഞാൻ പറയാറുള്ളൂ. ഞാൻ ഇന്നലെ എൻ്റെ കാര്യം ദൈവത്തോട് ചോദിച്ചിട്ടാണ് നടന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ അവരെ പലപ്പോഴും ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അന്നേരം ഉടനെ അദ്ദേഹം പറഞ്ഞു, നാളെ പാസ്റ്ററെ അവിടെ ഇത്ര രൂപ വേണ്ടി വരുമായിരിക്കും. അന്നേരം ഞാൻ ചോദിച്ചു, എത്ര രൂപയാണ് വേണ്ടത് പാസ്റ്ററെ? അന്നേരം പാസ്റ്റർ പറഞ്ഞു, ഒരു 10,000 രൂപ വേണം എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ ബാങ്ക് നോക്കുമ്പോൾ ഉടനെ അത്രയും പൈസ ഒന്നും ഇല്ല, 5,000 രൂപ അടുപ്പിച്ചുകൊണ്ടുള്ളൂ. അത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അവർ അക്കൗണ്ടിൻ്റെ ഒരു ഫൈൻ വരുമല്ലോ. അന്നേരം അതുകൊണ്ട് അത് എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഞാനത് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, പോകുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടിയുള്ള വഴിക്കുള്ള കർത്താവ് തരും എന്ന് പറഞ്ഞു. അന്നേരം അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പിന്നെ വണ്ടി എടുത്തു. അത് പോയതിന് ശേഷം ഉടനെ അതുവരെ നോക്കിയപ്പോൾ ഉടനെ ബാങ്കിൽ പൈസ ഇല്ല. രാവിലെ പിന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പിന്നെ സീറ്റിലേക്ക് കയറി കീ വണ്ടിയിലേക്ക് ഇട്ടു.
വണ്ടിയിലേക്ക് ഇട്ടു. വണ്ടി പിന്നെന്താ എഞ്ചിൻ ഓണാക്കി. എഞ്ചിൻ ഓണാക്കുന്ന നിമിഷം തന്നെ ഞാൻ നോക്കിയപ്പോൾ ഉടനെ എൻ്റെ ഫോണിനകത്തൊരു ഒരു അലർട്ട് വന്നു. അലർട്ട് നോക്കിയപ്പോൾ ഉടനെ എൻ്റെ ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് 10,000 രൂപ, കൃത്യം 10,000 രൂപ. അന്നേരം ഞാൻ അതിശയിച്ചു പോയി. ദൈവമേ, കൃത്യം വണ്ടി ഓണാക്കുന്ന സമയത്ത് കൃത്യം ആ ടൈമിൽ എന്ത് ചെയ്തു? കർത്താവ് പണം തന്നു. ദൈവമക്കളെ, ആ യാത്ര ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അന്ന് അവിടെ കടന്നു പോയതിനു ശേഷമായിട്ട് പലരെയും സ്നാനപ്പെടുത്താനുള്ളതായ പലരും അന്ന് അവിടെ സ്നാനപ്പെടുന്ന കാഴ്ച കാണാൻ എൻ്റെ കൂടെ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ദൈവം നമുക്ക് ആ തക്ക സമയത്ത് എപ്പോഴാണ് വേണ്ടതെന്നറിയാതെ ദൈവം നടത്താൻ കൊണ്ടു തുടങ്ങി. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ വിഷയങ്ങളുടെ മുഖത്ത് ഇങ്ങനെ പ്രയാസപ്പെടുക വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള വിഷമം കൊണ്ട് കാര്യങ്ങളൊന്നുമല്ല. ആക്ച്വലി നമുക്കില്ലല്ലോ എന്നുള്ളതായ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമല്ല. ആ കാര്യങ്ങൾ നടക്കേണ്ടതാണല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അതിന് എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ആ പ്രവൃത്തി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവം അറിയാത്ത വ്യക്തികളെ അറിയാത്ത സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കൊണ്ടുമിടയായിത്തീരും. എന്നെ കേൾക്കുന്നതായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളതായ കാര്യം, നമ്മളൊരു മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ നടത്തും എന്നുള്ളതായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എൻ്റെ മിനിസ്ട്രി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. അതിനുവേണ്ടിയുള്ളതായ ഫണ്ട് റേസിങ്ങും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ളതായ അലച്ചിലുകളും അധ്വാനങ്ങളും എല്ലാം കഴിയുമ്പോൾ ഒടുവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം ഒരു പക്ഷേ ഈ നമുക്ക് ധനം തന്നതായ സഹായിച്ചതായ എല്ലാവരും അങ്ങനെയല്ല. ചില വ്യക്തികൾ സഹായിച്ച വ്യക്തികൾ ഒരുപക്ഷെ പ്രൗഡായി സംസാരിക്കുന്നതായ സമയത്ത് ഒരുപക്ഷെ നമുക്ക് വാക്കുകൾ ഉണ്ടാകില്ല. ഒരുപക്ഷെ നമുക്കതിന് ഉത്തരം ഒരുപക്ഷെ മുട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം അതിനെ എന്ത് ചെയ്യാണ്? ദൈവം ആ ഭാഗത്ത് അടച്ചതിന് ശേഷം ഉടനെ ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് കർത്താവ് കൃത്യമായി അറിയിക്കുന്ന അനുഭവങ്ങളാണ്. രണ്ടാമതായി ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു മേഖലയുള്ള അനുഭവമാണ് ഈ ഈവിൾ ഫോഴ്സിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ സമയങ്ങളിൽ. നമുക്കറിയാം, നമ്മൾ പോരാടുന്നത് ശത്രു, നമുക്കെതിരെയുള്ളതായ ശത്രു ചെറിയ ആളല്ല. അവന് വളരെ ശക്തിയോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിവുള്ളതാണ്. പക്ഷെ എന്നാൽ അവനേക്കാൾ ശക്തനായ ഒരു ദൈവം, അല്ലെങ്കിൽ സർവശക്തനായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതായ ആ ഒരു അനുഭവമാണ് എപ്പോഴും. ഓരോ സമയങ്ങളിൽ ഞങ്ങൾ പോകാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഞങ്ങൾ ഗുജറാത്തിലേക്ക്, നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേന്ദ്രം അവിടെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോകാൻ ശ്രമിക്കുമ്പോൾ എപ്പോൾ ഞങ്ങൾ ഈ മഹാരാഷ്ട്രയുടെ ബോർഡർ അങ്ങോട്ട് കഴിയുന്നു, ആ സമയത്ത് ഇഞ്ചോടിഞ്ചാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇനി അവിടെ നിന്ന് പോയതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ, അതിന് പറയാൻ ഒരു കാരണം കൂടെ പറയാം. ഞങ്ങളുടെ കൂടെ മഹാരാഷ്ട്രയിൽ ഒരു സഹോദരി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ട ആശ്വാസവും ഹെൽപ്പായിരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അന്നേരം അവരും ഞങ്ങളുടെ കൂടെ ഒരു പ്രാവശ്യം വന്നു. അന്ന് വന്നതായ സമയത്ത് ഞങ്ങൾ വളരെ ഇഞ്ചോടിഞ്ച് അവിടെ 18 വീലറിൻ്റെ പോലെ വലിയ ട്രക്ക് ഉണ്ട്. ആ ട്രക്ക് വന്ന് ഞങ്ങൾ ഹിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എന്നാൽ രക്ഷപ്പെട്ടു. അവർ ഭയങ്കരമായിട്ട് ഭയന്നുപോയി. അന്നേരം അന്ന് അവർ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. കാര്യം അത്രമാത്രം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പിശാചിന്റെ പണിയാണെന്നും ഇവന്റെ അറ്റാക്കാണെന്നും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ളതായ പരിശ്രമമാണെന്നുള്ള കാര്യം നമുക്കറിയാൻ തക്കവണ്ണം കഴിയും. ഒരിക്കൽ ഞങ്ങൾ ഗുജറാത്തിൽ വെച്ചതിന് ശേഷം ഉടനെ അവിടെ നിൽക്കുമ്പോൾ അന്ന് ആ പ്രാവശ്യം അതുവരെയും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ദൈവത്തിന് സ്തോത്രം എന്ന് ഞങ്ങളിങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായ സമയമാണ്. അന്നേരം ആ വീട്ടിൽ പലരും ഉണ്ട്. അന്നേരം എൻ്റെ ഏറ്റവും മുകളിലതായ ടെറസിൽ ഞങ്ങൾ പോയി അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഇളയ മകൾക്ക് 6 വയസ്സുണ്ട് ആ സമയത്ത്. അന്നേരം ഇവള് വന്നതിന് 8 വയസ്സുണ്ട്. അന്നേരം ഇവള് വന്നതിന് ശേഷം ഇവളും ഞങ്ങൾ 3-4 പേരോട് നിൽക്കുകയാണ്. 1-2 പേരോട് നിൽപ്പുണ്ട്. അന്നേരം നിൽക്കുന്നതായ സമയത്താണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ അയ കെട്ടാറുണ്ട് തുണി കഴുകി ഇടാൻ വേണ്ടി. അന്നേരം താഴെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് വലിയ അയൺ ബാർ കൊണ്ടാണ്. വലിയ ഇരുമ്പിന്റെ വലിയൊരു ബാർ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിത് കെട്ടിടപ്പണിക്ക് കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതങ്ങാണ്ട് ചാരി അതിലോട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ അത് ഉറപ്പിച്ചൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്നതായ സമയത്ത് അന്നേരം എൻ്റെ വൈഫ് ബ്ലസ്സി അവിടെ നിൽപ്പുണ്ട്. അന്നേരം പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞവിടെ നിൽക്കുകയാണ്. ഈ വലിയ ഭാരമുള്ള ഈ പൊക്കമുള്ള ഈ കമ്പി നേരെ അയയിൽ കൂടെ തെന്നി നിരങ്ങി മുന്നോട്ട് വന്ന് കുഞ്ഞിൻ്റെ നേരെയാണത് വരുന്നത്. ബ്ലസ്സി ഒന്നും കാണുന്നില്ല ആക്ച്വലി. പക്ഷെ എന്നാൽ ബ്ലസ്സി ഇങ്ങനെ
കൈ കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ബ്ലസ്സിയുടെ കയ്യിൽ വന്ന് അത് തട്ടി അത് തെന്നി സ്ലിപ്പ് ചെയ്ത് കുഞ്ഞിന്റെ തൊട്ടപ്പുറത്താണ് നിന്നത്. അന്നേരം ഇത് വരുന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ല, ഇത് പിന്നെ ആരും ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ അവിടെ ഇല്ല. പക്ഷെ എന്നാൽ ആ വന്ന സമയത്ത് ബ്ലസ്സി കൈ തിരിക്കുകയും അതേ സമയം തന്നെ ആ കമ്പി അതിൽ തട്ടി താഴെ വീഴുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ നേരെ അത് വന്ന് വീഴുകയായിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ജീവനോട് കാണുകയില്ലായിരുന്നു. കാരണം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ശേഷം അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉടനെ കൈക്കകത്ത് പൊട്ടലൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ബ്ലസ്സിയുടെ കയ്യിൽ ആ പാടുണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തുവിന്റെ ചൂടടയാളങ്ങൾ എന്നാണ് പറയുന്നത്. അന്നേരം ഇത് ഉണ്ട്. അന്നേരം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ പല പ്രയാസങ്ങളും ഒക്കെ, അന്നേരം അത് ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, അന്നേരം അവർക്ക് ഈ പറഞ്ഞ പോലെ പല പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അന്നേരം പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിയും. ഗ്രാമങ്ങളിൽ അത്ര വലിയ കുഴപ്പമില്ല, പട്ടണത്തിലാണ് പ്രത്യേക പ്രശ്നം. ഈ ദേഹം മൊത്തം ഇങ്ങനെ കൊതുകുകൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കടിച്ച് ദേഹം മൊത്തം അങ്ങ് ചുമന്ന് ഇങ്ങനെ ഇരിക്കും. അന്നേരം ചുവന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിച്ച ശേഷം ഡാഡി കണ്ടോ. അന്നേരം ഞാൻ പറയും, ഓരോ കൊതുക് കടിക്കുമ്പോഴും ഓരോ പ്രതിഫലം കർത്താവ് സ്വർഗത്തിൽ തരുമെന്ന് പറയും. ഓരോ കൊതുക് കടിക്കുമ്പോഴും മനസ്സിലാക്കിക്കോണം, ഓരോ പ്രതിഫലം കർത്താവ് തരും. കുഞ്ഞിന്റെ നോക്കിട്ട് അതിന് ശേഷം ഉടനെ അടുത്ത ദിവസം വന്ന് കൊതുകെല്ലാം കടിച്ചു കഴിയുമ്പോൾ വന്ന് എണ്ണി കാണിച്ചിട്ട് പറയും, കണ്ടോ ഡാഡി, 8 പ്രതിഫലം സ്വർഗത്തിൽ കിട്ടും എനിക്ക്, 8 പ്രതിഫലം ഉണ്ട്, 1, 2, 3, 4. അന്നേരം ഈ മൂത്ത മോടെ ബ്ലഡിന്റെ ഇതാണെന്നൊന്നും അറിയത്തില്ല, അവളെ ഈ കൊതുക് ഓടിച്ചിട്ട് കുത്തു വായിച്ചു. അന്നേരം ഉടനെ അവള് പറഞ്ഞ കാര്യം ഇപ്പോഴും ഓർക്കാറുണ്ട്, ഡാഡി അങ്ങനാന്ന് ദൈവത്തിന് പ്രതിഫലം തന്ന് ഊപ്പാട് വരും മിക്കവാറും എനിക്ക്. കാര്യം അതുപോലെ കടിയും അതുപോലെ ഉപദ്രവങ്ങളും മറ്റുമാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ ഒക്കെ കടന്നു പോകുന്നതായ സമയത്ത് ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുവാനും ദൈവത്തെ കൂടുതലായി തിരിച്ചറിയാനും ഇടയായിത്തീരും. അന്നേരം ആ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ മറ്റൊരു മിനിസ്ട്രിയിലേക്ക് കടക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലുള്ളതായ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ വിഷനുകളിൽ താല്പര്യങ്ങളൊരു കാര്യം ഇതായിരുന്നു, ഈ ബോംബെയിൽ പ്രവർത്തിക്കുക, പ്രത്യേകിച്ച് ചേരി പ്രദേശങ്ങളിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതായ ഒരു താല്പര്യം ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ചേരിയിലേക്ക്, ബോംബെയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കുപ്രസിദ്ധമായ ഒരു ചേരിയാണ് ഭിവണ്ടി എന്ന് പറയുന്നതായ സ്ഥലം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതായ കുറ്റവാളികളായിട്ടുള്ള വ്യക്തികളും മറ്റ് ഹൈഡിങ് ആയിട്ട് ഉപയോഗിക്കുന്നതായ പ്ലേസുകളാണ് ആ സ്ഥലം. അന്നേരം അവിടെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ പാർക്കുന്നതായ ചേരികളുണ്ട്. അന്നേരം അവിടേക്ക് ഒരിക്കൽ ഞങ്ങൾക്കൊരു എൻട്രി ലഭിച്ചു. അന്നേരം അവിടെയുള്ളതായ ഒരു ദൈവദാസന്, അവിടെയുള്ളതല്ല, ദൈവദാസ് അറിയാതെ പറഞ്ഞ് പാസ്റ്റ് ഇതുപോലെ ചേരികളുണ്ട്. വിവിധ ചേരികൾ കടന്നു പോയതിനു ശേഷം ഉടനെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങാൻ തുടങ്ങി. അന്നേരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായ കാര്യം ഇങ്ങനെയായിരുന്നു, ഒരിക്കലും സഭയെ സ്ഥാപിക്കുകയോ ആ നിലകളുള്ള കാര്യമല്ല. വളരെ ജെനുവിനായി സിൻസിയറായി തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടിയതിന് ശേഷം ഉടനെ അതിനിട്ടിരുന്നതായ പേര് കിഡ്സ് ഗാർഡൻ എന്നാണ്. സാധാരണ അവിടെ ബാൽവാടി എന്നൊക്കെ പറയുന്നതായ സ്ഥലത്ത് ഞങ്ങൾ കിഡ്സ് ഗാർഡൻ എന്നാണ്. അന്നേരം ഈ ചേരിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളെ വിളിച്ചു, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെ വിളിക്കും. ടീച്ചേഴ്സിന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അന്നേരം ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവരാണ്, വളരെ തുച്ഛമായ വരുമാനത്തിലൊക്കെ അവർ ജീവിക്കുന്നവരാണ്. അന്നേരം കൂടുതലായിട്ട് പൈസയൊന്നും കൊടുക്കാമെന്നില്ലെന്നുണ്ടെങ്കിലും അവർക്ക് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ വളരെ സന്തോഷമായി. അന്നേരം അങ്ങനെയുള്ളതായ ഞാൻ പല വിഷയങ്ങളിനകത്ത് സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ അത് സെൻസിറ്റീവായി ബാധിക്കുന്നുള്ളത് കൊണ്ടും ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അവിടെ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവസന്നിധി പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം ഇങ്ങനെയുള്ള പ്രതികൂലം ഉള്ളതായ സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പുറം ലോകം പോലും അറിയുകയില്ല. ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. അത് മാത്രമല്ല, അവിടെയുള്ളതായ ചാലുകളും അവിടെയുള്ളതായ ക്രമീകരണങ്ങളും ഒക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഞങ്ങൾ പല ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ ഇടുങ്ങിയ ആ കെട്ടിടങ്ങളുടെയൊക്കെ ഇടയിലൂടെയുള്ളത് ആ ഇടുങ്ങിയ സ്ഥലത്തൂടെ നമ്മൾ അകത്തേക്ക് കയറിപ്പോകണം. അന്നേരം ആ ഇടുങ്ങിയ സ്ഥലത്തൂടെ കയറിപ്പോകുമ്പോൾ തന്നെ ഈ മഴക്കാലവും മറ്റും ആയി കഴിഞ്ഞാൽ ഈ വെള്ളവും മറ്റും ഇറങ്ങിയതിന് ശേഷം ആ ചാലുകളെല്ലാം വളരെ അഴുക്കായിരിക്കും. ഈ നമുക്ക് അറിയാവുന്ന പോലെ പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാറില്ല. അന്നേരം അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതുകൊണ്ട് അന്നേരം നമ്മൾ ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ ആ ഓടയിലേക്ക് വീഴുന്നത്. ആക്ച്വലി ആ ഓടയ്ക്കകത്ത് നമുക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നതായ ആ ഒരു ഭവനത്തിൽ ഒരു അമ്മച്ചിയൊക്കെ ഉണ്ട്. 2-3 പേരുന്ന അവിടെ ഞങ്ങൾ സ്നാനപ്പെട്ടു. ആദ്യ സമയത്ത് ചെന്ന സമയത്ത്
അന്നേരം അവരുടെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉടനെ വലിയ കാര്യമാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലും. അന്നേരം കൈയും കൊണ്ടൊക്കെയാണ് അവർ വിളമ്പുന്നത്. അന്നേരം ഈ ഭിവണ്ടിയിലെ സ്ലം ഏരിയ ആണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാം പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരാണ്. അവരെല്ലാം ഹിന്ദി കോമൺ ആയിട്ട് സംസാരിക്കുമെങ്കിലും പക്ഷേ അവർക്കെല്ലാം അവരുടെ എല്ലാം ലോക്കൽ യു പിക്കാരുണ്ട്, യു പിയിലുള്ളവരുണ്ട്, പല സ്ഥലത്തുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇവരെല്ലാം വന്നിട്ട് ഇവിടെ ഇവര് കൈയും കൊണ്ടൊക്കെയാണ് ഇവര് തരുന്നത്. പക്ഷെ നമുക്കറിയാം പുറത്ത് നിന്നതിന് ശേഷം ഉടനെ അത്രയും നേരം നിന്നിട്ട് അവിടുത്തെ പുറത്തുള്ളതായ ആ ക്ലീനിങ്ങും ആ കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമായിട്ടാണ് ആ കൈ ഒന്നും കഴിയുകയൊന്നും ചെയ്തില്ല. കാരണം കൈ കഴുകാൻ പറ്റുന്നത്, കാരണം വെള്ളം വളരെ എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ദൂരെ പോയി വെള്ളം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അങ്ങനെയുള്ള കൈയും കൊണ്ടൊക്കെയാണ് ആക്ച്വലി എടുക്കുന്നത്. പക്ഷെ എന്നാൽ അവർ തവി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. തവി ഉപയോഗിച്ചതിന് ശേഷം ഉടനെ തരുന്നു. പക്ഷെ എന്നാൽ ഈ ഭക്ഷണത്തിനകത്തൊക്കെ വന്നിരുന്നതിന് ശേഷം ഉടനെ ഈ ഈച്ചകളും ഒക്കെ വന്നിരിക്കും. ഈച്ചകൾ വന്നിരിക്കുമ്പോൾ ഉടനെ നമുക്ക് തൊട്ട് കാണാൻ തക്കോണം കഴിയും. തൊട്ടപ്പുറത്ത് തന്നെ ആ ചേരിയുടെ അടപ്പും കാര്യം മുണ്ടും എല്ലാം വെച്ച് താഴോട്ട് അവർ മറയ്ക്കത്തേ ഉള്ളൂ. അന്നേരം ആ തുണി, ആ കർട്ടൻ പോലുള്ള തുണി പൊക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അന്നേരം ഉടനെ നമുക്ക് കാണാൻ തക്കോണം കഴിയും ആ ഈ ഈച്ചയെല്ലാം ഒന്ന് തന്നെയാണ് ഇരിക്കുന്നതല്ല. കാര്യം അവിടുന്ന് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വല്ലയാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ അവിടെ വന്നിരുന്നതിന് ശേഷം ഈ സഹോദരൻ ഇവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന പല സന്ദർഭങ്ങളിൽ നോക്ക്, ഞങ്ങൾ മാത്രം, ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെയും ഈ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പോയതിനു ശേഷം ഉടനെ അവിടെ വന്ന് ഇവരോടൊപ്പം ഒരുമിച്ച് ആഹാരം കഴിക്കുകയും സന്തോഷിക്കുകയും, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മാലിന്യം എന്ന് പറയുന്ന വില്ലേജിനെ കുറിച്ച് കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഈ ഗ്രാമമായിരുന്നുവെങ്കിൽ, ഗ്രാമം നമുക്കറിയാം, ഗ്രാമത്തിൽ അതിൻ്റെ ആയിട്ടൊരു വിശുദ്ധിയുണ്ട്. അവിടെ അഴുക്കുകളോ വൃത്തികളോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ വളരെ ക്ലെൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ. അതുമാത്രമല്ല നാച്ചുറലായിട്ടുള്ള നല്ല വീടാണ്. തളിച്ച വീടുകളൊക്കെ ആണെങ്കിലും എല്ലാം അവരൊക്കെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ നോക്കുമ്പോൾ ഉടനെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ താമസിക്കുക. അന്നേരം അങ്ങനെ താമസിക്കുന്ന സമയത്ത് അവിടെ വെച്ചൊരു സഹോദരനെ കണ്ടു. സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു 10-15 വയസ്സ് കാണും. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ വളരെ താല്പര്യമായി ഞങ്ങളോട് കൂടെ കൂടി. ഞാൻ ഈ സാക്ഷ്യം നേരത്തെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഒരു ശിവം എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അന്നേരം ആ സഹോദരൻ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ തക്കോണം ഇടയായി തീർന്നു. എന്തിനേറെ പറയുന്നു, ആ പൈതലിന്റെ പേരിൽ ബാധിച്ചിരുന്നതായ പൈശാചിക ശക്തിയെ ഞങ്ങൾ ശാസിക്കുകയും അവന് സൗഖ്യമാകുകയും അവൻ ഇപ്പോഴൊരു സുവിശേഷകനായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് ചില പ്രത്യേക മതസ്ഥരുടെ ഇടയിൽ കടന്നുപോയി ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കുന്ന ഒരു സഹോദരനാണ്. അതുമാത്രമല്ല, ഞങ്ങൾ കല്യാണിൽ അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഈ ചേരിക്കകത്ത് ഉള്ളിൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു. ആ മന്ത്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കടുത്ത, അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് രൂപമെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ കർത്താവിനെ അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹം പിന്നീട് അവിടെ ഒരു പാസ്റ്ററായി വരികയും മറ്റും ചെയ്തു. അതുപോലെ തന്നെ ഈ ചേരികളിലെ പല സ്ഥലങ്ങളിൽ, പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, ഞങ്ങൾ പിന്നെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ആക്ച്വലി നമ്മൾ ഒരു വൃത്തിയും അവരിലെ ഒരു എന്താ പറയുന്നത് നല്ല വസ്ത്രവും അതുമാത്രമല്ല വൃത്തിയെക്കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്നേരം ഇത് മറ്റുള്ളവർക്ക് വലിയ സന്തോഷമായി. കാര്യം ഗവൺമെന്റ് സ്ഥാപനത്തെക്കാൾ കൂടുതലായി നമ്മുടെ ഈ ചെറിയ, അതായത് ഈ അവിടെ എവിടെയെങ്കിലും വാടകയ്ക്ക് എവിടെയെങ്കിലും അവരുടെ വീടിനകത്തും എല്ലാം ആണ് വെക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലവും മുറിയോ ഒന്നും വാടകയ്ക്ക് എടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം അകന്നു പോകും. നമ്മൾ അവിടെ തന്നെ പോകണം. എന്നിട്ട് അങ്ങനെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുകയും എന്നിട്ട് അവരെ കൊടുക്കുകയും ചെയ്തു. ദൈവകൃപ പറയട്ടെ, പലരും അതിൽ കൂടെ സ്നാനം ഏൽക്കുവാനും പലരും കർത്താവിനെ അറിയുവാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സഹോദരന് ഒരു കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ചേരി പ്രദേശങ്ങളിൽ ഏതാണ്ട് 10-13 സ്ഥലങ്ങളിൽ സ്തോത്രം അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഞങ്ങളിങ്ങനെ പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് രാവിലെ ഇറങ്ങിയ ശേഷം ഒരാവശ്യം അടുത്ത ആവശ്യം ഇങ്ങനെ പോകും. കുഞ്ഞുങ്ങൾ ആ സമയത്ത് വീട്ടിൽ അവരൊറ്റയ്ക്കേ ഉള്ളൂ. ദൈവകൃപയെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സെക്യൂരിറ്റിയുടെ വിഷയവും അതേപോലെ വൃത്തിയുടെ വിഷയവും. എന്നാൽ ഈ രണ്ട് കാര്യം നമ്മളെക്കാട്ടി മുമ്പേ അറിയാവുന്ന കർത്താവ് ഞങ്ങൾക്ക് പനവേൽ ഞങ്ങൾക്ക് ഒരുക്കിയ ഒരു എന്താ പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനകത്തുള്ളതായ ഒരു ഫ്ലാറ്റ് ആയിരുന്നുള്ളത്. 7ാമത്തെ നിലയിലായിരുന്നു ആ ഫ്ലാറ്റ്. അന്നേരം അതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് അവിടെ പിന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പോകാൻ തക്കവണ്ണം കഴിയും. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കണക്ക് ഫോണിൻ്റെ കാര്യങ്ങളോ ഒന്നും അത്ര യൂസേജ് ഇല്ലായിരുന്നു. ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഉടനെ തിരിച്ചു വരുന്നവരെ എങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഗോവയ്ക്ക് പോകുന്നതായ സ്ഥലത്ത് ചിഞ്ചുവാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് പോയി ഞങ്ങൾ സുവിശേഷം അറിയിക്കുക എന്നുള്ളതായ ചിന്തയോട് കൂടി ഞങ്ങൾ ആ സ്ഥലത്ത് പോയി. ഞങ്ങൾ ഒരേ സമയത്ത് ഗ്രാമങ്ങളിലും പോകും, ഒരേ സമയത്ത് തന്നെ ഞങ്ങൾ ഈ ചേരികളിലും പോകുന്നതായ ക്രമീകരണങ്ങൾ.
അന്നേരം ഇങ്ങനെ അന്ന് ഇവിടെ ഈ ഈ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഈ ഗ്രാമത്തിൽ വളരെ ക്വയറ്റായിട്ടുള്ള ഗ്രാമമാണ്. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ഈ ഏതോ ആൾ ദൈവത്തിൻ്റെയൊക്കെ രൂപങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ വീട്ടിൽ സുവിശേഷം പറഞ്ഞു, അവരുടെ അടുത്ത വീട്ടിൽ പോയി അവരുടെ സുവിശേഷം പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ മൂന്നാമത്തെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ യേശു മസിഹയുടെ ആൾക്കാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് എങ്കിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു. അന്നേരം ചില ആൾക്കാർ മിക്കവാറും ഈ മഹാരാഷ്ട്രീയൻസ് ചെയ്യുന്ന ഒരു കാര്യം, ആദ്യം നമ്മളെ ഒരു കസേര ഇട്ട് തന്നതിന് ശേഷം ഉടനെ ഒരു നല്ല തണുത്ത വെള്ളം തരും. അതിൻ്റെ കുടത്തിനകത്തിരുന്ന് നല്ല തണുത്ത വെള്ളമായിരിക്കും. അതിനുശേഷം ഉടനെ ഒരു കട്ടിയുള്ള ഒരു ചായ, ഒരു എന്താ പറയുന്നത്, ആക്ച്വലി ഒരു ഔൺസ് വല്ല കാണത്തുള്ളൂ, പക്ഷെ നല്ല കട്ടിയുള്ള മധുരം ഇട്ട നല്ല ചായ ആയിരിക്കും. അന്നേരം അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഈ അതുപോലെ തരാൻ വേണ്ടി പോകാമെന്ന് കരുതി. എന്നാൽ താൻ അവിടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൈയുടെയൊക്കെ കനമുള്ളൊരു വലിയൊരു കമ്പ് എടുത്തുകൊണ്ടാണ് താൻ വരുന്നത്. അന്നേരം ആ കമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വേറെ എന്തെങ്കിലും യൂസിന് വേണ്ടി അല്ല, എന്തോ ഇതിനു വേണ്ടി അടിക്കാൻ തന്നെ രീതിയിൽ തന്നെ വെട്ടി വെച്ചിരിക്കുന്ന, ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു തടി പോലെയാണ് ഞങ്ങൾക്ക്, കമ്പ് പോലെയാണ് ഞങ്ങൾ തോന്നിയത്. അന്നേരം ഞങ്ങൾ ആ ഗ്രാമത്തിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ വാഹനം അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഞങ്ങളുടെ കൂടെ 3 ഗുജറാത്തിൽ നിന്നൊക്കെ 1-2 പേരുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരുണ്ട്, ഒന്ന് മംഗലാപുരത്തുകാരൊരാളുണ്ട്. ഇവരെല്ലാം കൂടെ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അകത്ത് അവിടെ ചെന്നതാണ്. പെട്ടെന്ന് ഇറങ്ങി വരികയും പെട്ടെന്ന് വടിയും കൊണ്ട് വരികയും ഞങ്ങളുടെ ഓടടാ പളവ് എന്ന് പറഞ്ഞിരുന്നു. മറാത്തി അറിയാത്തവർക്കറിയാം. അന്നേരം പളവ് ഓട റൺ എന്ന് പറഞ്ഞു വെച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി ഇവ ഓടാനാ പറയുന്നത് മനസ്സിലായി. പക്ഷെ എന്നാൽ ഞങ്ങൾ ഓടിയില്ല. കാര്യം നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പായി. ഈ ഉറപ്പായെന്ന കാര്യം എന്ന് പറഞ്ഞാൽ തല്ല് ഉറപ്പാണെന്ന് മനസ്സിലായി. കാര്യം അതുണ്ട്. എന്നാൽ സാധാരണ ഞങ്ങൾ ഈ സഹോദരന്മാർ ഞങ്ങൾ പോകാറുണ്ട്. ബ്ലസ്സി ചിലപ്പോൾ വൈഫ് ചിലപ്പം ചിലയിടത്ത് വരാറില്ല. എന്നാൽ അന്ന് എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ഓടാൻ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞു, ആക്ച്വലി നിങ്ങൾ പതുക്കെ നടക്കാൻ ഓടിയൊന്നും വേണ്ട, നടന്നാൽ മതി. അപ്പോഴത്തേക്കും ആ മുൻവശത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു 10-20ഓളം ചെറുപ്പക്കാർ, എല്ലാം നല്ല കടിയന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ, അവരിങ്ങനെ ഫ്രണ്ടിൽ അവരിങ്ങനെ നിരന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് മിക്കവാറും അവിടെ വെച്ച് തീരുമാനമായി. പക്ഷെ അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ചിന്തിച്ചത്, ഈ നമുക്കിവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ അറിയും എന്നൊരു ചിന്ത മനസ്സിലായത്. കാര്യം നമ്മൾ എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം പറഞ്ഞോ അല്ലെ അറിയിച്ചിട്ടോ ഒന്നും അല്ല പോകുന്നത് ആക്ച്വലി. അന്നേരം അന്ന് അതിനെക്കുറിച്ചൊരു ചിന്ത മനസ്സിലുണ്ടാവാൻ കാരണം. പക്ഷെ എന്നാൽ ദൈവമക്കളെ പറയട്ടെ, കർത്താവ് പൗലോസ് യേശുക്രിസ്തു വിസ്തരിക്കുന്ന സമയത്ത് പീലാത്തോസിനോട് പറഞ്ഞതുപോലെ, പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ വിട്ടയക്കാനും എനിക്ക് നിന്നെ കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നീ എന്താ എന്നോട് സംസാരിക്കാത്തതെന്ന് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്ന സമയത്ത് കർത്താവ് മറുപടി പറയുന്നത് എന്താണ്? മേലിൽ നിന്ന് അധികാരം കിട്ടിയിട്ടില്ലാതെ നിനക്ക് എൻ്റെ മേലൊരു അധികാരം ഉണ്ടാകുകയില്ല. അന്നേരം ആ കാര്യം അന്ന് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം മുകളിൽ നിന്ന് അധികാരം കൊടുക്കാതെ നമ്മളെ ഒരാൾ തല്ലുന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ് എന്നുള്ളതായ കാര്യമാണ് കർത്താവോട് പറഞ്ഞത്. സ്തോത്രം. അന്ന് മനസ്സിലായി. അന്ന് ഞങ്ങളെ അവർ തല്ലിയില്ല. കാരണം ഞങ്ങൾ ഓടിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളെ പുറകിൽ തല്ലുമായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് വലിയ ദൈവപ്രവൃത്തി അവിടെ ചെയ്തു. അതിൽ മറ്റൊരു കാരണം ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത്, ഈ സ്ത്രീ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ്. ഒരു സ്ത്രീ ആയിട്ടുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ചില ഗ്രാമക്കാർ നമ്മളോട് അവരോട് പ്രത്യേക ഒരു പരിഗണനയുണ്ട്. ആ ഗ്രാമത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിന് ഓരോ പ്രത്യേകത ഉള്ളതായിരിക്കും. അങ്ങനെ അവിടെ വെച്ച് തല്ല് കിട്ടിയില്ല. പക്ഷെ എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് GFIയിൽ നിന്ന് വന്നായ അന്ന് KP Yonan ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതായ 3-4 ചെറുപ്പക്കാരുടെ വന്നു. അവരെ നന്നായി തല്ലി, അവരുടെ എല്ലും കൈയും എല്ലാം ഒടിച്ച് അവരുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്ത സുസാൻഡി എന്ന് പറഞ്ഞ അതവരോട് ഞങ്ങൾ ഇതുപോലെ ഇതുപോലെ ഒരു വിഷയം അവിടെ ഉണ്ടായെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഇന്ന ഗ്രാമത്തിലാണോ പോയത്? അയ്യോ ദൈവം നിങ്ങളെ സൂക്ഷിച്ചാണല്ലോ, കഴിഞ്ഞ ആഴ്ച ആ ഗ്രാമത്തിലിട്ടാണ് ഇവരെ തല്ലി അവരുടെ കൈയും കാലും ഒക്കെ ഒടിച്ച് അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്ന് പറയാനിടയായിട്ടുണ്ട്. അപ്പോൾ അന്നേരം അവരോട് ദൈവത്തിന് കരുണ കാണിക്കാതിരിക്കുകയും നമ്മളോട് കരുണ കാണിക്കുക അങ്ങനെയുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അന്ന് ഞങ്ങളോട് ദൈവത്തിന്റെ ഒരു കരുണ അന്ന് കാണിക്കാൻ കൂടെ ഇടയായിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു ചിന്ത ജീവിതത്തിലുണ്ടായി, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, മിഷൻ ഫീൽഡിലേക്ക് പോയാൽ ആ കാര്യം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ ആ സുസാന്റോടെങ്കിലും പറഞ്ഞിട്ട് പോകണം എന്നുള്ളതായ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് അന്നാണ്. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഇന്ന് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. അല്ലെങ്കിൽ പുറത്തേക്ക് പോകുകയാണ്, തിരിച്ചു വരുമോ എന്ന് പോലും അറിയാത്ത നിലയിലാണ്
അവർ പോകുന്നത്. സ്തോത്രം. പലരും ഭവനങ്ങളിൽ കടന്നു പോയതിനു ശേഷം ഒരിക്കൽ പോലും മടങ്ങി വരാത്തവരുണ്ട്. സ്തോത്രം. കാരണം കർത്താവിന് വേണ്ടി, നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം ഉടനെ ആ ഭവനം, എത്രയോ ഭവനങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തല്ലിൻ്റെ കാര്യം പറഞ്ഞതായ സമയത്ത് എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ പഴയ ഞാൻ ICPF സ്റ്റാഫ് വർക്കറായി ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ്. കാര്യം അന്ന് പിന്നെ BTH എല്ലാം കഴിഞ്ഞതിന്, മണക്കാലിരുന്ന് BTH 4 വർഷത്തെ പഠനം എല്ലാം കഴിഞ്ഞതിന് ശേഷം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്നുള്ള താല്പര്യത്തോടെ ഇരിക്കുമ്പോഴാണ് ICPF ജോയിൻ ചെയ്തത്. അവരെന്നെ ആലപ്പുഴയിൽ എന്നെ പോസ്റ്റ് ചെയ്തു. ആലപ്പുഴയിൽ നിന്ന് വിവിധ കോളേജുകൾ കടന്നുപോയി അവിടെ പ്രേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നിയോഗം. ഞാൻ അവിടുത്തെ 1-2 അനുഭവങ്ങളുടെ ഇടയ്ക്കൂടെ ഇതിനോട് ചേർന്ന് പറയാം. കാരണം ഇത് അതുമായിട്ട് എൻകറേജ്മെന്റിന് വേണ്ടിയാണ്. അന്നേരം അന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ തോന്നി, എനിക്കൊരു ചൂടില്ല, എൻ്റെ വിശ്വാസത്തിന് ഒരു ചൂടില്ല, തണുത്തൊരവസ്ഥയാണല്ലോ. കർത്താവെ, വളരെ ധൈര്യത്തോടു കൂടി പൗലോസൊക്കെ മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുക, നമുക്കൊരു ചൂടും കാര്യങ്ങളും വരുന്നില്ല. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ പറയുകയാണ്, 2 തല്ല് കിട്ടാന്നുണ്ടെങ്കിൽ 2 തല്ല് കിട്ടാൻ ചൂട് പിടിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു. അന്നേരം അങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞതിന് ശേഷം ഉടനെ ഞാൻ അന്ന് ആലപ്പുഴ SM കോളേജ്, ആലപ്പുഴ SM കോളേജിനെ കുറിച്ച് ഒരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന ആരും കേൾക്കുന്നവർക്കറിയാം. അവിടുത്തെ കോളേജിന് നേച്ചറുണ്ട്. അവിടെ ഒരു പാർട്ടിക്ക് മാത്രമേ ആധിപത്യമുള്ളൂ, വേറെ ഒരു പാർട്ടിയെയും ആ സമയത്ത് അടുപ്പിക്കുകയില്ല. വളരെ ബുദ്ധിമുട്ടാണ് അവിടെ പ്രേ ഗ്രൂപ്പ് ആരംഭിക്കാൻ വേണ്ടി. അവിടെ ചെന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഞാൻ സാധാരണ എൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡ് അല്ലെങ്കിൽ സുവിശേഷീകരണത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി നിന്നതിന് ശേഷം ഉടനെ അവിടെ ആരെങ്കിലും അടുത്ത് വരുന്നവരോട് ഞാൻ കർത്താവിനെ കുറിച്ച് പറയും. ഞാൻ പറയുന്ന ഒരു പ്രേ ഗ്രൂപ്പ് ഉണ്ട്, ആ പ്രേ ഗ്രൂപ്പിൽ വന്നൊന്ന് സംബന്ധിക്കാൻ പറയും. ആദ്യം കർത്താവിനെ കുറിച്ച് പറയുന്ന പ്രേ ഗ്രൂപ്പ് ഉണ്ട്, സംബന്ധിക്കാൻ പറയും. അന്നേരം ഈ വെയിറ്റിംഗ് ഷെഡിലൊക്കെ വന്നിരുന്നതിന് ശേഷം ഉടനെ അവിടെ വന്ന് അവരോട് ഇങ്ങനെ സുവിശേഷം അവിടെ വന്ന് ഇങ്ങനെ പതുക്കെ പ്രേ ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയും, വരാമെന്ന് കരുതി. പക്ഷെ ഞങ്ങൾക്ക് പ്രേ ഗ്രൂപ്പ് നടത്താൻ ഒരു സ്ഥലമില്ല. ഞാനൊരു 3 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം ഞങ്ങൾ നോക്കി കണക്കി. അന്നേരം എൻ്റെ കൂടെ ഷിജു എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം ഞങ്ങൾക്ക് തരുന്നില്ല. തരാത്തതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആക്ച്വലി ഇതൊന്നും ഈ നേരത്തെ പറഞ്ഞ ഒരു പാർട്ടിക്കാർക്ക് ഇഷ്ടമല്ല. അന്നേരം അതുകൊണ്ടാണ് തരാത്തത്. ചുരുക്കത്തിൽ ഞാൻ അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ ഷിജു എന്ന് പറയുന്ന സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന പല ചെറുപ്പക്കാരും അവിടെ നിന്നെല്ലാം എഴുന്നേറ്റ് അവരങ്ങ് പോകുന്നു. അന്നേരം അന്ന് രാവിലെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച കാര്യമാണ്, 2 തല്ല് കൊണ്ടാലും ശരിയാവും, പിന്നെ അങ്ങ് ചൂട് പിടിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു മനസ്സിൽ ചിന്തിച്ചതാണ്. എന്നിട്ട് അവിടെ വന്നിരുന്നു. അന്നേരം ഷിജു വന്ന് എന്നോട് പറഞ്ഞു, പിന്നെ തോമാച്ച പെട്ടെന്ന് വണ്ടി കയറിക്കോ. ആ സമയത്ത് തന്നെ നോക്കിയോണം, ഒരു വണ്ടി ദൂരെ നിന്ന് വരുന്നു. ഓ ദൈവം, പ്രാർത്ഥന കേട്ടു, താണ്ട വണ്ടി വന്നു, കയറിക്കോളം പറഞ്ഞു. അന്നേരം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിൽ ആക്ച്വലി ഈ പാർട്ടിയുടെ വിഭാഗത്തിന്റെ ഒരു നേതാവാണ്. അന്നേരം ഈ നേതാവ് ദയവേത് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ. അന്നേരം ഈ നോക്കിയപ്പോൾ ഉടനെ ഈ പാർട്ടിയുടെ ഒരു സഹോദരൻ നേതാവാണ് ആക്ച്വലി. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല ആക്ച്വലി, കാരണം ഇത് പല പബ്ലിക് മീഡിയയിൽ പോകുന്നതാണല്ലോ ആക്ച്വലി. സുധീഷ് എന്ന് ഇരിക്കട്ടെ. അന്നേരം പറഞ്ഞു, സുധീഷ് ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പമില്ല സുധീഷിന് തന്നെ? അയ്യോ അറിയത്തില്ല, ഇവിടുത്തെ മെയിൻ പുള്ളിയാണ്, യാതൊരു മയമില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ എല്ലാം കാര്യമായി, ആൾക്കാരെല്ലാം പോയി. അന്നേരം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, സുധീഷ് വരട്ടെ, നിങ്ങൾക്ക് തല്ലട്ടെ. രാവിലത്തെ ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടല്ലോ, അന്നേരം അങ്ങനെ പുള്ളിക്കാരൻ നേരെ വരുന്നത്. അന്നേരം ഇവരെല്ലാം ഞാൻ തിരിച്ച് ഷിജുവിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഷിജുവിനെ കാണുന്നത്, ഷിജുവും സ്ഥലം വിട്ടു, ഞാൻ മാത്രമായി. അന്നേരം ഞാൻ അവിടെ പുള്ളിയെ കണ്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അടുത്തോട്ട് വന്നതിന് ശേഷം ചോദിച്ചു, ഇങ്ങനെ പുള്ളി തല ഇങ്ങനെ കുലിക്കോട്ട് ചോദിച്ചു, ആരാ എന്തുവാ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാനൊരു ഉപദേശിയാണ്. അന്നേരം എനിക്ക് ഓടാൻ തോന്നുന്നില്ല, കാരണം ഞാൻ വിചാരിച്ചു ഇപ്പം തല്ല് വീഴും എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. പുള്ളി പ്രകോപിപ്പിക്കാതെ തന്നെ തല്ല് വീഴുമെന്ന് ഷിജു പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു ടെററൈസ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരെയല്ല. എന്നിട്ട് ഇവരുടെ ഒരു സ്റ്റൈലാണിത്, കാരണം അങ്ങനെ ഒരു ഭയം നിൽക്കാൻ വേണ്ടി. ചുരുക്കി പറയട്ടെ, അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തോ പറയാൻ വന്നത്? ഞാൻ പറഞ്ഞു, യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. അന്നേരം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്തോ പറയാനിരിക്കുന്നു ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു, അദ്ദേഹം ഇവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ആണ് പറഞ്ഞത്. പഴയ ഒരു വിപ്ലവകാരിയായിരുന്നു, വിപ്ലവകരമായ കാര്യങ്ങൾ ചെയ്തതാണ് കർത്താവ്.
അന്നേരം ഉടനെ പറഞ്ഞു അതൊന്നും പ്രയോജനമില്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ലോകത്ത് പുറന്തള്ളപ്പെട്ടതാണ്, ഇന്ന് അതിന്റെ പ്രസക്തിയെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് ശാസ്ത്രമാണ് മനുഷ്യന് വേണ്ടത്, ശാസ്ത്രപ്രകാരമാണ് മനുഷ്യർ ജീവിക്കേണ്ടത്, ബാക്കിയുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞു അതല്ല, മനുഷ്യന്റെ അടിസ്ഥാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരമാണ്. ആഹാരം മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപ്പെട്ട വിഷയം. ശാസ്ത്രമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കും, പക്ഷെ ആഹാരമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ റഷ്യയിൽ സംഭവിക്കുന്നത് എന്താണ്? റഷ്യ ആ സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ആഹാരത്തിന്, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്ത് കാലത്ത് ഇന്ത്യയെ സഹായിച്ച ഒരു രാജ്യമാണ് റഷ്യ. എന്നാൽ നമുക്കറിയാം ഏതാണ്ട് 50 വർഷത്തോളം കഴിയുമ്പോഴേക്കും റഷ്യ എന്തായി തീർന്നു? ഇന്ത്യ സഹായിക്കേണ്ട അവസ്ഥയിലായി, ഒരു ദരിദ്രമായ അവസ്ഥയിലേക്ക് റഷ്യ ആയിത്തീർന്നു. എന്നാൽ ഞാൻ ചോദിച്ചു, കണ്ടില്ലേ ആ രാജ്യത്ത് ഇതുകൊണ്ട് തന്നെ ഗുണമുണ്ടായത്? ഒടുവിൽ ആക്ച്വലി അവർ പാവപ്പെട്ട അവർ ലാശി ഇന്ത്യയുടെ മുമ്പിൽ ഇതേപോലുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നില്ലേ? അപ്പോൾ മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. അപ്പോഴത്തേന് പുള്ളിക്കാരൻ പറഞ്ഞു, ഉപദേശി കൊള്ളാലോ, വരാൻ പറഞ്ഞു. അപ്പോഴത്തേന് എന്നെ വിളിച്ചുകൊണ്ട് അപ്പുറത്തൊരു കടയുണ്ട്, അതായത് ഈ കടയോട് ചേർന്ന് മുറികളും ഒക്കെ ഉണ്ട്, അതൊരു ഏർമാടക്കടയും കാര്യമാണ്. എൻ്റെ ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി. ഇന്ന് ഇരുത്തിയതിന് ശേഷം ഉടനെ അപ്പോഴത്തേന് ഈ സുധീഷ് വന്ന് നമ്മളെ അടുത്ത് വന്നപ്പോഴേക്കും ബാക്കിയുള്ള ചെറുപ്പക്കാരെല്ലാം എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കൂടി. ഒരു നല്ല ഒരു 10-30 പേര് കൂടി. ഇവർ ആദ്യം തല്ല് കാണാൻ വേണ്ടിയാണ് ഇവർ ആക്ച്വലി വന്നത്, പക്ഷെ എന്നാൽ പിന്നെ ഇവർ കേൾക്കാൻ വേണ്ടി വന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യയോഗത്തിന്റെ ആളായി. നമ്മൾ പിന്നെ അങ്ങോട്ട് സൂപ്പ് സാൽവേഷനും തുടങ്ങി, അവിടെ നിന്ന് അങ്ങോട്ട് സുവിശേഷം ഇങ്ങോട്ട് തുടങ്ങി. കാറൽ മാർക്സ് വേണ്ട, എങ്കിൽ നിങ്ങളുടെ ഓരോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് സുവിശേഷത്തെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അതായത് ഈ സഹോദരന്, ഈ സുധീഷ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, എനിക്കൊന്ന് പോണം ഉപദേശി. പിന്നെ ഉപദേശി എന്തിനാ വന്നേ? അന്നേരം ഞാൻ അന്നേരം സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒരു കടമുറി അന്വേഷിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഒരു കടമുറിയോ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി. ഉപദേശി നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്. അന്നേരം വേറൊരു കാര്യം കൂടി അതിനകത്തുണ്ടായി. അന്നേരം ഈ മതമേധാവിത്വത്തെ കുറിച്ചെല്ലാം ഇവരിങ്ങനെ അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഈ റഷ്യയിലും പല സ്ഥലങ്ങളിലും ഉള്ള ഞാൻ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ആളൊന്നുമല്ല, ഞങ്ങൾ യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടാണ്. അന്നേരം പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അന്നേരം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. ഞങ്ങൾ ആക്ച്വലി ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുന്നതാണ് ഞങ്ങളുടെ താല്പര്യം, അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കുക. അതോടെ കേട്ടപ്പോഴത്തേന് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. എനിക്കിന്ന് പോകേണ്ട ഒരു തിരക്കുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടേ പോകാവൂ. ദൈവമക്കളെ അവിടെ നിന്ന് നന്നായിട്ട് പരസ്യയോഗത്തിന് പ്രസംഗിച്ചു. അത് മാത്രമല്ല, സുധീഷ് ഉടനെ ആ കടക്കാരനോട് സുധീഷ് ചോദിച്ചു, കടമുറി വേണമില്ലയോ? ആ കടക്കാരനോട് വിളിച്ചു പറയാ, അയാളുടെ പേര് വിളിച്ചിട്ട്, എടോ ഇനി വന്ന്. അയാൾ പേടിച്ച് പറിച്ചാ വരുന്നത്. അവിടെ പറഞ്ഞു, താണ്ട് ഉപദേശിക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്ക്, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക, ഒരു കടമുറി കൊടുക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ ഞാൻ നോക്കുക, ഇവിടെ കിടന്ന് അന്വേഷിച്ച് കിടന്ന് ദൂരെ എവിടെയെങ്കിലും വീട്ടിലെങ്കിലും കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന വെയിറ്റിംഗ് ഷെഡിന് മുമ്പ് എൻട്രൻസിൽ തന്നെ ആക്ച്വലി ഒരു മുറി അവിടെ വെച്ച് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ബാക്കി മുറി എല്ലാം ഒക്യുപ്പൈഡ് ആണ്, എനിക്ക് ഒരൊറ്റ മുറിയേ ഉള്ളൂ, ഒരു പൂജാമുറിയാണ് ഉള്ളെന്ന് പറഞ്ഞു. ആ പൂജാമുറി ഇച്ചിരി വലിയ കുഴപ്പമില്ല. ആ പൂജാമുറി ഞാൻ പറയും ഏത് മുറി അതിന് കുഴപ്പമില്ല. ദൈവമക്കളെ പറയട്ടെ, അന്ന് അവിടെ വെച്ച പൂജാമുറിക്ക് അകത്താണ് കയറിയതിന് ശേഷം അവിടെ വെച്ച് പ്രാർത്ഥന നടത്തി. ആദ്യത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ആദ്യം പാടിയ പാട്ട് ഏതെന്നറിയാമോ? കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. അവിടെ കൊണ്ടുവന്ന് ആദ്യം വന്ന് 13ഓളം കുഞ്ഞുങ്ങൾ അവിടെ വന്നു. ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ പാട്ട് ആവർത്തിച്ച് പാടി അവിടെ പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. ദൈവമക്കളെ രാവിലെ ഞാൻ പറഞ്ഞില്ലയോ, ഇച്ചിരി വിശ്വാസത്തിന്റെ എരിവ് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ 2 തല്ല് കൊള്ളാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത്. പക്ഷെ തല്ലാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷെ ദൈവം തലോടലാണ് തന്നത്. ഒരു പ്രതീക്ഷിക്കാത്ത, നമ്മൾ പലപ്പോഴും പല മേഖലകളിലും ഇങ്ങനെയാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാനിരിക്കുന്ന വൻ കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ അത് നമ്മൾ മറന്നു കളഞ്ഞിട്ട് ആ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ്, അങ്ങനെയല്ല, നീ ഉറച്ചു നിൽക്കുക, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളെ ആക്കിയിരിക്കുന്ന ഏത് പ്രതികൂലമായിക്കൊള്ളട്ടെ, ജോലിയിലോ അതല്ലെങ്കിൽ നമ്മുടെ പഠനകാര്യങ്ങളിലോ ഏത് മേഖലയിലുമായാലും ഒരു കാര്യം ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ്? നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികൾ നമ്മൾ കൂടെ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഡിറക്ഷനിലേക്ക് വന്നതുകൊണ്ട് അതിനപ്പുറത്ത് സെന്റ് മൈക്കിൾസിൽ കൂടെ നടന്നതായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പറഞ്ഞതിന് ശേഷം ഉടനെ ആക്ച്വലി മിക്കവാറും എന്റെ സമയം അവസാനിക്കും. സെന്റ് മൈക്കിൾസ് നടന്നത് ഇതേപോലെ തന്നെ ഒരു സംഭവം ആവർത്തിക്കാൻ തക്കവണ്ണം ഇടയായി.
അന്ന് ഞങ്ങൾ തൊട്ടാഴ ചേർത്തലവർക്ക് അറിയാം, എസ് എൻ കോളേജ് കഴിഞ്ഞ് മുൻപോട്ട് എറണാകുളത്തോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായ ആ കോളേജാണ്. എന്നാൽ ആ കോളേജിന് വലിയൊരു മതിലുണ്ട്. ഈ മതിലിന്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. മതിലിന്റെ അകത്ത് നിൽക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞ ഈ സഹോദരൻ, വേറൊരു സഹോദരനുണ്ട്. എന്നാൽ അദ്ദേഹം വന്നതിന് ശേഷം ഉടനെ പറഞ്ഞു, പാസ്റ്റർ ഇവിടുന്ന് ഒരു പിന്നെ വീട്, ബ്രദറെ വിളിക്കും, ബ്രദർ ഇവിടുന്ന് ഒരു വീടും സൗകര്യം കൂടെ ഒന്നും കിട്ടത്തില്ല, നമ്മുടെ കോളേജിനകത്ത് ഇവർ റൂം തരത്തുമില്ല, നമ്മളന്നേരം എന്താ ചെയ്യുന്നത് ആക്ച്വലി, അന്നേരം കോളേജിനകത്ത് റൂം കിട്ടിയില്ലേ കുഞ്ഞുങ്ങൾ ആരും വരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഈ സഹോദരൻ വളരെ പ്രയാസത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ദൈവം വഴി തുറക്കും, ദൈവം വഴി തുറക്കും, കുഴപ്പമൊന്നും വിഷയമൊന്നുമില്ല. അന്നേരം വേറൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഏതാണ്ട് 1 മാസം മുൻപ് ഈ കോളേജിൽ ഈ ആഞ്ചലോസ് ICPFന്റെ ആഞ്ചലോസ് എന്ന് പറയുന്നതായ വാഹനത്തിൽ പോയി അവിടെ പോയി പാട്ടൊക്കെ പാടി സുവിശേഷമൊക്കെ അറിയിക്കാറുണ്ട്. അന്നേരം അങ്ങനെ ഈ കോളേജിന്റെ പുറത്ത് കിടന്ന് അത് ചെയ്യാൻ വേണ്ടി ഒരു അനുവാദം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, പിന്നെ ഞങ്ങൾ കൊടുക്കും, ഹിന്ദുക്കൾക്ക് കൊടുക്കും, മുസ്ലിങ്ങൾക്ക് കൊടുക്കും, പക്ഷെ ഞങ്ങൾ പെന്തക്കോസ്തുകാർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല, ഒരു കാരണവശാലും പെന്തക്കോസ്തുകാർക്ക് കൊടുക്കത്തില്ല. അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ചോദിച്ചു, അതെന്താ അവരോട് അത്ര ദേഷ്യം എന്താ ആക്ച്വലി? അന്നേരം പറയാ, വേറെ ആരും നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തിയെ പരസ്യമായി വിമർശിക്കാറില്ല, എന്നാൽ ഈ പെന്തക്കോസ്തുകാരാണ് ആക്ച്വലി ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ മാതാവിനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെരുന്നാളിനെ കുറ്റപ്പെടുത്തുന്നു, ഇതിനെല്ലാം കുറ്റപ്പെടുന്ന ഇവരാണ്, അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും കൊടുക്കത്തില്ല. പക്ഷെ അദ്ദേഹം അതാ പറഞ്ഞത്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരി കുടുംബമല്ല വിശ്വാസത്തിൽ വന്നു, അതാണ് ഈ ഇദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്തത്, ഇദ്ദേഹത്തിന് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ പിന്നെ മനസ്സിലായി. അന്നേരം അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. അന്നേരം കോളേജിലെ സഹോദരൻ പറഞ്ഞു, പിന്നെ ബ്രദറെ ഇവിടെ കിട്ടത്തില്ല, നമ്മളിവിടെ നോക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അന്നും ഇതുപോലെ അവിടെ പോയിരുന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അന്നേരം അകത്ത് കയറി കഴിയുമ്പോൾ ഉടനെ തണൽ മരങ്ങൾ കുറേ ഉണ്ട്. തണൽ മരത്തിന്റെ അടുത്ത് വന്നേരം ആ ക്യാമ്പസിലൊന്നും ആരും കാണത്തില്ല. അന്നേരം അച്ഛന്മാർ നടത്തുന്ന ക്യാമ്പസിന്റെ പ്രത്യേകത, അവരെപ്പോഴും ഇങ്ങനെ റോന്തി ചുറ്റിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ അവിടെ എല്ലാം നടന്നു കഴിയുമ്പോൾ പിള്ളേരെല്ലാം അവിടുന്ന് ആരും അവിടെ ഇരിക്കത്തില്ല, എല്ലാവരും ദൂരെ എവിടെയെല്ലാം പോകും. അന്നേരം ഈ മതിലിന്റെ അടുത്തൊന്നും ആരും വരത്തില്ല. പക്ഷെ എന്നാലും മതിലിന്റെ അടുത്ത് അവിടെ നിന്ന് പിള്ളേർ നോക്കി പെട്ടെന്ന് ഇവരെല്ലാം അങ്ങ് വെക്കേറ്റ് ചെയ്യുന്നു. നോക്കിയപ്പോൾ ഉടനെ അവരെല്ലാം പെട്ടെന്ന് പറയുന്നുണ്ട്, മൈക്കിൾ അച്ഛൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ദൂരത്ത് വരുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മതിൽ ചാടാനുള്ള വഴി എനിക്കറിയത്തില്ല, കാര്യം മതിൽ വെച്ച് പൊക്കമുണ്ട്. ഈ ചെറുപ്പക്കാരാണ് കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അവര് മതിലിന്റെ ചാടി കയറി അവരും കയറിപ്പോയി. പക്ഷെ എനിക്ക് മതിലും ചാടാൻ പറ്റത്തില്ല, മുമ്പിൽ കൂടെ ഓടിപ്പോകാൻ പറ്റത്തില്ല, ഗേറ്റിന്റെ അവിടെ അതുവഴി അല്ലെങ്കിൽ അത്രയും ദൂരം പോയി ഗേറ്റിന്റെ അവിടെ കടന്നു പോകണം. പക്ഷെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അച്ഛൻ അതുവഴി മുമ്പോട്ട് വരാൻ പറ്റും. അന്നേരം എനിക്ക് മനസ്സിലായി സംഭവം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14-ാമത്തെ അധ്യായം വായിച്ചുകൊണ്ടിരിക്കുക, യോഹന്നാൻ സുവിശേഷം. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ആ ഭാഗം വായിച്ചിട്ട് ഇങ്ങോട്ട് വായിച്ച് ഏതാണ്ട് 16-ലേക്ക് വന്നപ്പോൾ ഉടനെ കർത്താവ് സകല സത്യത്തിലേക്ക് വഴിയടുത്തുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നതിന് ധൈര്യപ്പെടുവീന്നുള്ള വാക്യം എല്ലാം കേട്ടത് ഞാൻ വിചാരിച്ചു കഷ്ടം വരാൻ പോകുന്നു, കഷ്ടം. അതിനുമുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി എന്താ വരാൻ പോകുന്ന അറിയത്തില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ആരാ? അന്നേരം എൻ്റെ കയ്യിൽ ഒരു ന്യൂ ടെസ്റ്റ്മെന്റും ഉണ്ട്, എൻ്റെ കയ്യിലൊരു ഡയറിയും ഉണ്ട്. അന്നേരം അദ്ദേഹം ആ ന്യൂ ടെസ്റ്റ്മെന്റ് ഇങ്ങനെ നോക്കിയതിന് ശേഷം ഡയറിയും നോക്കി. എന്നിട്ട് പുള്ളി ചോദിച്ചു, എന്തിനു വന്നേ? അന്നേരം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങാനും കുഞ്ഞുങ്ങളോടൊക്കെ സുവിശേഷമൊക്കെ പറയാനും അവരോടൊക്കെ നല്ല കാര്യം കർത്താവിനെ കുറിച്ചൊക്കെ പറയാനൊക്കെ വേണ്ടി വന്നത്. 1 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മളെ ഈ ഏറിയ കടിപ്പിക്കത്തിൽ നിന്നായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴദ്ദേഹം പറയുക, ഇന്ന് ഇതാണ് വേണ്ടത്, ഇന്ന് ഇതാ ഏറ്റവും കുറച്ച് കിട്ടുന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ബ്രദർ കോളേജിനകത്ത് കയറിയോ പിള്ളേരോട് സംസാരിക്കുകയോ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാൻ വേണ്ടി. അയ്യോ, ഞാൻ വിചാരിച്ച് എന്താ ഈ പുള്ളി പറയുന്നത്? നേരെ ഓപ്പോസിറ്റ് കാര്യം, കോളേജിനകത്ത് കയറിയോ ക്ലാസ് റൂമിനകത്ത് കയറിയോ. എന്നിട്ട് പറയും, ഇവിടെ പുറത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വെയിലിന്റെ ദിശ മാറും, ഇതിന്റെ ദിശ മാറും, അത് കഴിഞ്ഞ ശേഷം ഉടനെ സൂര്യന്റെ ഇത് മാറി കഴിയുമ്പോൾ ഉടനെ വെയിൽ വരും, അതുകൊണ്ട് തണുപ്പ് ഇവിടെ കിട്ടത്തില്ല, ക്ലാസ് റൂമിലോട്ട് കയറിന്നോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ നേരെ കയറി ക്ലാസ് റൂമിൽ കയറിയിരിക്കുന്നത് അവിടെ അറിയാം. എനിക്ക് ക്ലാസ് ആരെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രേ ഗ്രൂപ്പ് നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു റൂമും കിട്ടത്തില്ല, അകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ സഹോദരന്റെ ആ ക്ലാസ്സിലാണ് എന്നെ കയറ്റിയത്. ഞാൻ കയറി അങ്ങോട്ട് ഇന്ന് അച്ഛൻ പിടിച്ച് എന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ഉടനെ എന്തെങ്കിലും വേണേ പറയണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. എന്നിട്ട് അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഈ സഹോദരന്റെ അടുത്താണ്. ഈ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക, എന്നിട്ട് അച്ഛനെ നോക്കുക, ഈ സ്റ്റുഡന്റ് നോക്കിയിട്ട് പുള്ളിക്കാരന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതെങ്ങനെയാ ഈ സംഭവിച്ചതെന്നുള്ള കാര്യം. അന്നേരം എന്നോട് ചോദിച്ചു, ഇത് എന്താ ഞാൻ കാണുന്നത്? അന്നേരം അദ്ദേഹം പറഞ്ഞു, അതൊരു രസമല്ല, ഈ അച്ഛൻ വന്നതിന് ശേഷം എൻ്റെ പേരും ഒക്കെ വാങ്ങിക്കൊണ്ട് അദ്ദേഹം പോയിരിക്കുന്നത്.
അന്നേരം ഉടനെ എനിക്ക് മനസ്സിലായി അച്ഛൻ എനിക്ക് വെറുതെ പറഞ്ഞതല്ല, ആ പേരുമൊക്കെ അദ്ദേഹത്തിന്റെ ഇതിനകത്തുണ്ടല്ലോ, അതുകൊണ്ട് അന്ന് പേര് കുറിച്ച കാര്യം ഡേറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് പോലെ ഇങ്ങനെ എഴുതിയിരിക്കുക. അന്നേരം എന്റെ പേരും ഇതുപോലെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, സഹോദര, പിന്നെ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഈ കോളേജിൽ എവിടെ വേണമെങ്കിലും കയറാനുള്ള പെർമിഷൻ അച്ഛൻ തന്നെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ്റെ ആ ക്ലാസ്സിൽ ഇരുന്ന് എൻ്റെ ഒറ്റ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്താ ഈ കേൾക്കുന്നത്, എന്താണ് ഈ സംഭവിക്കുന്നത്? നോക്കുക, രണ്ട് സാഹചര്യങ്ങളിലും ICP വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പല അനുഭവങ്ങളുണ്ടെങ്കിലും നമ്മൾ ഏത് കാര്യം ദൈവം നമ്മളെ അയക്കുന്നുവോ ആ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. പല ടെസ്റ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഒരുപക്ഷെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരും. എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു, ഏത് നിലകളിൽ അതിനെ നമ്മൾ എടുക്കുന്നു. ഒരുപക്ഷെ നമുക്ക് പിശാചിനുള്ളതായ ടെസ്റ്റ്, രണ്ടാമത് ഞാൻ പറഞ്ഞു പൈശാചികമായിട്ടുള്ളതായ ടെസ്റ്റുകൾ പലപ്പോഴും വരും. അതുപോലെ മൂന്നാമതായിട്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഈ കാര്യം നടക്കുന്നുണ്ട്, വേറൊരാളെ ഞാൻ കാണണം. എന്നിട്ട് രസകരമായ കാര്യം ഞാൻ പറയാം. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഞങ്ങൾ രണ്ട് കോളേജിന്റെ സന്ദർഭത്തിലും ഇവരകത്ത് കയറാൻ വേണ്ടി ഇന്നാരെയൊക്കെ കണ്ടാൽ മതി, അവർ ആത്മീയരുമല്ല, ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടാൽ നമുക്ക് അകത്ത് കയറാമെന്ന് പറഞ്ഞതായ സ്ഥാനത്ത് ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലേക്ക് നോക്കി. അതൊരു ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിന്റെ മുമ്പിൽ എന്തായത്, ആ പ്രതിസന്ധിയുടെ മുൻപിൽ എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്, എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്ന് ഹല്ലേലൂയ സ്വർഗം നോക്കിയതായ സമയത്ത് ഞാൻ ഒരൊറ്റ തീരുമാനമെടുത്തു. യഹൂദബാലന്മാരുടെ കാര്യം അത് തന്നെയാണ്. അവർ തീയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് മുമ്പിൽ എടുക്കാൻ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. സ്തോത്രം, ഞങ്ങൾ ഈ വിഗ്രഹത്തെ വണങ്ങില്ല. ഇനി ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങില്ല. ഞങ്ങളെ തീയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. പക്ഷെ എന്നാൽ ആ കർത്താവ് ഞങ്ങളെ തീയിലെറിഞ്ഞ് കരിച്ചു കളയാനാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. അതിനകത്തുനിന്ന് പുറകിലോട്ട് മാറത്തില്ല. ദാനിയേലിന്റെ കാര്യം അത് തന്നെയാണ്. ദാനിയേലിനെ രാജാവ്, ചക്രവർത്തി ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. ഇത് അറിഞ്ഞതായ തന്റെ കൂടെയുള്ളതായ ആൾക്കാർ തന്നെ അപായപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് സിംഹത്തിന്റെ കുഴിയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ താൻ പതിവ് പോലെ ചെയ്തു വരുന്ന കാര്യം എന്ത് ചെയ്തില്ല, വിട്ടില്ല. പതിവ് പോലെ ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇരുന്നതായ സമയത്ത് ആ പ്രതികൂലം മാറിപ്പോയില്ല. പക്ഷെ ആ പ്രതികൂലത്തിന് മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തു എങ്കിലും, ആ പ്രതിസന്ധിയുടെ മുമ്പിലേക്ക് കർത്താവ് തള്ളിയിട്ടു എങ്കിലും ആ കർത്താവ് അവിടെ അവന് വേണ്ടി ഉണ്ടായിരുന്നു. തന്റെ ദൂതനെ അയച്ച് തീച്ചൂളയിൽ താൻ തന്നെ ഇറങ്ങി വന്ന്, സ്തോത്രം, നമുക്കറിയാം ആ തന്റെ ദാസന്മാരെ രക്ഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതവും അത് തന്നെയാണ്. എനിക്കും പറയാനുള്ളത് ഇങ്ങനെയുള്ള പല ടെസ്റ്റുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില സാഹചര്യങ്ങൾ, നേരത്തെ പറഞ്ഞുവല്ലോ, അമേരിക്കയിൽ നമ്മൾ വളരെ എല്ലാ കാര്യങ്ങളും വൃത്തിയും കാര്യങ്ങളുമാണ്. ആക്ച്വലി കർത്താവ് എന്ത് ചെയ്തു, ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. വളരെ മുഷിഞ്ഞ ഒരു സാഹചര്യം തന്നതിന് ശേഷം കർത്താവ് പറഞ്ഞു, നീ പ്രതികരിക്കും. നമുക്കറിയാം, നമ്മുടെ അമേരിക്കയിലും മറ്റും ഒരു ഈച്ച അകത്ത് കയറി നമുക്ക് ഇഷ്ടമല്ല. ഒരു ഈച്ച ഒരു ആഹാരത്തെ വന്ന് പറ്റിയിരുന്നാൽ, നമുക്കറിയാം ഇവിടെ വൃത്തിയുള്ള സ്ഥലങ്ങളാണ്, ഒരു ഈച്ച ഇരുന്നാലും ഒരു കുഴപ്പം വരും. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമുക്കത് കഴിക്കാൻ തോന്നത്തില്ല. പക്ഷെ നോക്കുക, ദൈവം കൊണ്ടുവന്ന് ആ ഒരു ടെസ്റ്റ് മുമ്പിൽ കൊണ്ട് തന്നു. ആക്ച്വലി നോക്ക്, നീ അവിടെ പോയി എങ്ങനെ പെരുമാറുമെന്ന് നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് സംഭവിച്ചത്, അവിടുന്ന് കുറെ ആത്മാക്കളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കോളേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, കോളേജ് വൻ കാര്യമാണ്, എനിക്ക് നടക്കത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ആ ടെസ്റ്റിന്റെ മുമ്പിൽ നീ ജയിക്കണം, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഓടിയിരുന്നുവെങ്കിലോ, അവിടെ ഇന്ന് ഏതൊക്കെ പ്രതികൂലങ്ങൾ കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഏത് ടെസ്റ്റാണ് നിങ്ങളെ ഫേസ് ചെയ്ത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സർവ്വബുദ്ധിയെയും കവിയുന്ന ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അതാണ് ഏറ്റവും വലിയ പ്രോമിസ് എനിക്ക് ദൈവം തരുന്ന, പൗലോസിൽ കൂടെ തരുന്ന ഏറ്റവും വലിയ പ്രോമിസ് അതാണ്. അവൻ തരും. എന്നിട്ട് പറയുകയാണ്, അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരും. നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തെ ദൈവം മാറ്റിയിട്ട് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലോ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന നിലയിലോ അതായിരിക്കുകയില്ല എന്ന് ഓർക്കണം. ദൈവത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, ദൈവത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് പരിശോധിക്കപ്പെടുമ്പോൾ, നമ്മളെ അതിനുവേണ്ടി കർത്താവ് കടത്തിവിടുമ്പോൾ, ഹല്ലേലൂയ, യോബ് പറയുന്നത് പോലെ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇതിനുശേഷം വർഷത്തിന്റെ അവസാനം
നമ്മുടെ മിഷണറി ഫീൽഡിലെ പല റിപ്പോർട്ടുകളും സമർപ്പിക്കുന്ന ഈ സമയത്ത് അവർ വളരെ അഭിമാനത്തോടെ ആ കാര്യങ്ങളെ ഓർക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ ആ ടെസ്റ്റിന് മുൻപിൽ പരാജയപ്പെടുകയില്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അടിയങ്ങളെ കേൾപ്പിച്ചതായ എല്ലാ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ ടെസ്റ്റുകൾ കൂടെ ഞങ്ങളെ കടത്തിവിടുമ്പോൾ കർത്താവെ, ആ ടെസ്റ്റുകളിൽ കർത്താവെ അങ്ങ് കൂടെ ഇരിക്കുന്നവനാണ്. കർത്താവെ, ആര് കൂടെ ഇല്ലെങ്കിലും കർത്താവെ, മരണനിഴലിന്റെ താഴ്വരയിൽ അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. കർത്താവെ, ദൈവമേ സ്തോത്രം. ഞങ്ങളെ ഏകരായി വിടാത്ത കർത്താവ് അങ്ങായിരിക്കാനും സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധിയുടെ വേളകളിൽ കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്ക് നടക്കുകയല്ല, നീ ഞങ്ങളെ തോളിൽ എടുക്കുകയാണ് കർത്താവെ. അല്ലേലു, പലപ്പോഴും ഇതിന്റെ ശബ്ദം അപ്പോൾ കേട്ടില്ലെങ്കിലും അല്ലേലു, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നോക്കുന്നുണ്ട്, ഞങ്ങളെ കരുതുന്നുണ്ട്. അല്ലേലു, ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളെ കൊണ്ട് നിവർത്തിക്കുന്നുണ്ട് കർത്താവെ. ഒരു രോഗത്തിന്റെ മുൻപിലാണെങ്കിൽ, ഒരു ജീവിതത്തിന്റെ ഭാരത്തിന് മുൻപിലാണെങ്കിൽ, കുഞ്ഞുങ്ങളെ ഓർത്താണെങ്കിൽ, അവരുടെ പ്രയാസങ്ങളെ ഓർത്താണെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അവിടെ പ്രവർത്തിച്ച് ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഈ സാക്ഷ്യങ്ങളെ കേൾക്കുന്ന കർത്താവെ, ആരുടെ ജീവിതത്തിലാണെങ്കിലും ദൈവമേ, അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയക്കുമാറാകണം കർത്താവെ.